എത്ര പൊട്ടൻഷ്യലാ ഓരോ സഹോദരിമാരിലും. ഇഫ് യു ക്യാൻ ഓവർകം ദീസ് സില്ലി സിമ്പിൾ തിങ്സ് ഓഫ് ലൈഫ്, യു ആർ എ സോൾജിയർ. യു ആർ പാർട്ട് ഓഫ് ദി ആർമി ഓഫ് ക്രൈസ്റ്റ്. And if you arise in your calling, you become a threat to the kingdom of darkness. You become a force in the kingdom of God. The greatest miracle in my life, the greatest blessing in my life is that I found Jesus as my Savior. It was a deep love encounter with Jesus. അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആസ് എ ഗേൾ, ആസ് എ വുമൺ, നമുക്കറിയാം കർത്താവ് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ് അല്ലേ? ആദാമിനെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിനൊരു തക്ക തുണ വേണം എന്ന് പറഞ്ഞാണ് ഹൗവയെ ദൈവം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു സ്ത്രീ, നമ്മളൊരു വ്യക്തിത്വമാണ്, നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ഒരു സ്റ്റാറ്റസും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ട് എങ്കിലും ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ ഒരു ഹൃദയം എന്ന് പറയുമ്പോൾ we are created to be loved and to love. For that matter, every human being is like that, but especially for a woman, you want to belong to someone. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കണ്ടെത്തുന്ന ആ സ്നേഹത്തിലാണ്. ആൻഡ് ഐ പ്രൈസ് ഗോഡ് ദാറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് കൊടുത്തു കർത്താവിന്, എൻ്റെ ജീവിതം അങ്ങ് കൊടുത്തു. സോ മച്ച് സോ ദാറ്റ് ആ ഒരു ടെൻഡർ ഏജിൽ ഐ തോട്ട് ഐ നെവർ വാണ്ടഡ് ടു ഈവൻ ഗെറ്റ് മാരീഡ്. ബിക്കോസ് ഞാൻ കർത്താവിനോട് പറയുമായിരുന്നു, ലോർഡ്, എനിക്ക് ആകെപ്പാട് ഒരു ഹൃദയമല്ലേ ഉള്ളൂ, എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ, ഞാൻ അത് ഓൾറെഡി കർത്താവിന് തന്നു. നൗ ഹൗ ക്യാൻ ഐ ഹാവ് അനദർ പേഴ്സൺ ഇൻ മൈ ലൈഫ്? അത്രയ്ക്ക് റിയൽ ആൻഡ് ഇൻറ്റിമേറ്റ് ആൻഡ് that was the way I found Jesus in my life. Praise the Lord. I shared it with my pastors and ബ്രദറിനോടും ചേച്ചിയോടും ഒക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനൊന്നും ഇപ്പോഴേ അങ്ങ് ഭയങ്കര റിജിഡായിട്ട് ചിന്തിക്കരുത്, കർത്താവിനെ കണ്ട ആ സന്തോഷത്തിലാ അങ്ങനെ പറയുന്നത്. പക്ഷെ ലൈഫിന്റെ പ്രാക്ടിക്കാലിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ മാരേജ് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ആൻഡ് യെസ്, ഓവർ എ പീരീഡ് ഓഫ് ടൈം വിവാഹത്തിലേക്കൊക്കെ പ്രവേശിച്ചു. ഞാൻ കർത്താവിനോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കർത്താവെ, എന്നെക്കാട്ടിലും പാഷനോടെ, തീഷ്ണതയോടെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ I am in for that marriage. And praise God, അന്ന് തുടങ്ങിയ 1993, 32 years now, and glory to God. ദൈവത്തിനെല്ലാം മഹത്വം കൊടുക്കുന്നു. ത്രൂ ദി അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ലൈഫ്, കർത്താവുമായിട്ടുള്ള അതേ തീവ്രമായ സ്നേഹ ബന്ധത്തിൽ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഐ വുഡ് സേ ഇറ്റ് ഹാസ് ഓൺലി ഇൻക്രീസ്ഡ്. കാരണം നമ്മളൊന്നും അറിയാതെ അല്ലേ, ജീവിതത്തിൻ്റെ ഒരു അനുഭവങ്ങളിലും ശോധനകളിലും ഒന്നും പെടാതെ കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നൊക്കെ അങ്ങ് പറയും. പക്ഷേ when we go through things, that is when you know God. That is when you can surrender yourselves more. നമ്മളെ തന്നെ കൂടുതൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ, കൂടുതൽ കർത്താവിനെ അറിയാൻ. So I am deeply, madly in love with Jesus. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്, സമ്പത്താണ്. എനിക്കൊത്തിരി സന്തോഷമാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. ബിക്കോസ് ഹീ ഈസ് ദ ലവർ ഓഫ് മൈ സോൾ. And knowing Jesus has been the greatest thing in my life. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം, ഇന്ന് പ്രത്യേകിച്ച് മിഡിൽ ഏജ്ഡ് വിമൺ ആൻഡ് ദ പ്രോബ്ലംസ് ദാറ്റ് ദേ ഫേസ്, ഇതാണ് എനിക്കിന്ന് തന്നിരിക്കുന്ന ടോപ്പിക്ക്. ഞാനും
അതിലൊരാളാണ്. ഐ ആം ഓൾസോ വൺ ഓഫ് ദെം. ആൻഡ് ബൈ പ്രൊഫഷൻ ഐ എം എ ഗൈനക്കോളജിസ്റ്റ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ച് വളർന്നതെങ്കിലും എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, പെൺകുട്ടികൾ നാട്ടിൽ പഠിച്ചാൽ മതി, അതാണ് അതിൻ്റെ ഒരു ശരി എന്നൊക്കെ പറഞ്ഞ് പപ്പ ഇങ്ങനെ കൊണ്ട് ചേർത്തു. അപ്പം MBBS ഒക്കെ കഴിഞ്ഞു, പിന്നെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു ഭയങ്കര മിഷൻ താല്പര്യമായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. ഞാനൊരു കഥ പോലെ നിങ്ങളോടങ്ങ് പറയുകയാണേ. അപ്പോൾ മിഷൻ വർക്ക് ചെയ്യണം. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വേറെ ആഗ്രഹങ്ങളുമില്ല. കർത്താവിന് വേണ്ടി ജീവിക്കണം. എന്നെ വില കൊടുത്ത് മേടിച്ചിരിക്കുക. 1 Corinthians 6 പറയുന്നത് പോലെ, നൗ ഐ ആം നോ ലോങ്ങർ മൈ ഓൺ ബട്ട് യു ഹാവ് ബോട്ട് മീ വിത്ത് എ പ്രൈസ്. ആൻഡ് ദിസ് വാസ് ആൻ ഓവർവെൽമിംഗ് റിയാലിറ്റി ഇൻ മൈ ലൈഫ്. I knew now I have to live for Jesus. ഇനിയിപ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് എന്താ, സ്വന്തമായ താല്പര്യങ്ങളോ സ്വപ്നങ്ങളോ അജൻഡാസോ ഒന്നുമില്ല. കർത്താവ് എന്ത് പറഞ്ഞാലും അത് ചെയ്യണം. ആൻഡ് സോ താങ്ക്ഫുൾ ടു ഗോഡ് ദാറ്റ് മൈ ഹസ്ബൻഡ് ഈസ് ഈവൺ എന്നെക്കാട്ടിലും ഒത്തിരി അധികം കർത്താവിനെ സ്നേഹിക്കുകയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണല്ലോ. അങ്ങനെയുള്ള ഒരാളോട് കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദൈവകൃപയാണ്. സോ പ്രൈസ് ഗോഡ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ അത് ആഗ്രഹിക്കണം. that they find life partners and that who love the Lord. അപ്പം അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ 4 മാസമുള്ള ആദ്യത്തെ കുഞ്ഞ് മോനാണ്. അവനെയും കൊണ്ട് ഞങ്ങളങ്ങ് ജാർഖണ്ഡിലേക്ക് പോയി. കാരണം തീവ്രമായ ആഗ്രഹമാണ്, സുവിശേഷ വേല ചെയ്യണം. പിന്നെ ഈ മെഡിക്കൽ വർക്കാണല്ലോ കയ്യിലുള്ളത്. അപ്പം ഇനിയും മുമ്പോട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും പഠിച്ച് സമയം കളയണ്ട, നമുക്ക് പോകാം. കാരണം സുവിശേഷ വേല ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഗ്രാമങ്ങളിലൊക്കെ ഡിഗ്രി കൊണ്ടൊന്നും ഒരു വിശേഷവും ഇല്ല അല്ലേ. അവിടെ ഒരു പാരസെറ്റമോൾ എഴുതി കൊടുക്കാൻ പോലും ആൾക്കാരില്ല. അപ്പം നമ്മുടെ ഡിഗ്രിക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ അങ്ങ് പോയി. ദാറ്റ് വാസ് ഇൻ ദ ഇയർ 2000 പോയി. പക്ഷെ അവിടെ ചില EHAയുടെ ഒരു ഹോസ്പിറ്റലായിരുന്നു, സദ്ബർവ എന്ന് പറയുന്ന സ്ഥലത്ത്. റാഞ്ചിയിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ ഉള്ളിലേക്ക് നക്സലൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഞങ്ങൾ അവിടേക്ക് പോയി. എന്തെന്നറിയാതെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോയി. ഈ ഫാൽസിപാരം മലേറിയ, സെറിബ്രൽ മലേറിയ ഒക്കെ ഒത്തിരി ഉള്ള ഒരു പ്ലേസാണ്. പോയിസണസ് സ്നേക്സ് ഒക്കെ ഉള്ള ഒരു പ്ലേസാണ്. ഒന്നും ഒരു വിഷയമല്ല. പ്രൈസ് ഗോഡ്. എത്ര സന്തോഷമായില്ലേ കർത്താവിൻ്റെ വിളിയൊക്കെ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങ് എടുക്കാൻ പറ്റുമ്പം. അവിടെ പോയി അവിടെ ഏകദേശം 1 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് റിയാലിറ്റീസ് മനസ്സിലായത്. അവിടെ വെച്ചാണ് ഈ വിമന്റെ സഫറിങ്. ഞാൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അന്ന്. സ്പെഷ്യലൈസേഷൻ ഇല്ല, ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ നമുക്കറിയാമല്ലോ, you all are in Bangalore. I don't know how many of you are exposed to what is happening in North India. You see, Kerala and the South Indian states are very different from North. Because I was born and brought up there, I understand it's literally backward. You can't imagine what women go through there, So 2 gram ഹീമോഗ്ലോബിൻ ഒക്കെ ആയിട്ട് സ്ത്രീകൾ വരുന്നു ഗർഭിണികളായിട്ട്. അവർ ആന്റിനേറ്റൽ കെയർ ഒന്നാമതേ എടുക്കത്തില്ല. ആൻഡ് യു വുഡ് സീ ദം സ്വോളൺ. ഐ ഹാവ് നോട്ട് സീൻ. കേരളത്തിലൊന്നും പഠിക്കുമ്പോൾ, മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കേസൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ 12 ഗ്രാമിൽ നിന്ന് 10 ഗ്രാം ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു, ഫുഡ് ഇന്നത് കഴിക്കണമെന്ന് പറയുന്നു. അവിടെ ചെന്നപ്പോൾ എന്താ 2 ഗ്രാം. ആൻഡ് അവര് ഒരു കൈയൊക്കെ ദായിമാര് വില്ലേജിൽ നോക്കി പ്രസവം ശരിയാകാത്തത് കൊണ്ട് മനസ്സോടെ ഭർത്താക്കന്മാർ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവരെ കാണത്തില്ല. ബിക്കോസ് ദേ വിൽ ബി ലൈക്ക് ഡോക്ടർ ജി ബ്ലഡ് കൊടുക്കണ്ടേ. ഈ കുട്ടി ഡെലിവറി ആകുമ്പോൾ ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുമ്പം തന്നെ നമുക്കൊരു റീസണബിൾ ബ്ലഡ് ലോസ് ഉണ്ടല്ലോ, അതിവർ താങ്ങത്തില്ല. പക്ഷേ ഭർത്താക്കന്മാര് അവർക്ക് അവരുടെ ആ ഉപേക്ഷാ മനോഭാവം കാരണം അവരുടെ ബ്ലഡ് കൊടുക്കാൻ അവർക്ക് മനസ്സില്ല. ഡോക്ടേഴ്സും നഴ്സിംഗ് സ്റ്റുഡൻസും നമ്മളൊക്കെയാ ഇവർക്ക് ബ്ലഡ് കൊടുക്കുന്നത്.
അങ്ങനെ ഇവർ പ്രസവിക്കുകയും ഒരു വഴി നമ്മൾ ഡെലിവറി എടുക്കുകയും മറ്റേ വശത്ത് അമ്മ അവിടെ തന്നെ ഡെത്താകുകയും ഒക്കെ ചെയ്യുന്ന വല്ലാത്ത, ഇതുപോലുള്ള, ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്, വല്ലാത്ത കാഴ്ചകൾ കണ്ടു. എൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെയാണ് ഗൈനക്കോളജി എന്നൊരു കാര്യത്തിനകത്തേക്ക്, സത്യം പറഞ്ഞാൽ അറിയാമല്ലോ, ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു ഫീൽഡാണിത്. ഒരിക്കലും തീരുന്നില്ല നമ്മുടെ ജോലി. രാവെന്നില്ല, പകലെന്നില്ല, പാതിരാത്രി എന്നില്ല, ഒന്ന് കഴിയുമ്പം വേറൊന്ന്, ബട്ട് ദെൻ ഓവർ ആൻഡ് അബവ് ഓൾ ഓഫ് ദാറ്റ് ഒരു ചലഞ്ചായിട്ടൊരു ദൈവവിളിയായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ അത് വന്നു. അന്ന് കർത്താവ് ഇടപെട്ടു. തിരിച്ച് ഞാൻ ചുരുക്കി പറയുക, ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് വന്ന് എൻട്രൻസിന് വേണ്ടി ഇരുന്ന് പഠിച്ച് അങ്ങനെ 2003 മുതൽ 2006 വരെ, അപ്പോഴത്തേക്കിനും സെക്കൻഡ് ചൈൽഡും തേർഡ് ചൈൽഡും ആയി എനിക്ക്. ഈ 3 കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടാണ് ഗൈനക്കോളജി പഠിക്കാനായിട്ട് പോയത്. ആൻഡ് പ്രൈസ് ഗോഡ്, എൻ്റെ ഹസ്ബൻഡ് ജനറൽ സർജൻ ആണ്. ഈവൻ ദോ ഇൻ 2009 ഹി കെയിം ഇൻ ടു ഫുൾ ടൈം മിനിസ്ട്രി. കാരണം അങ്ങനെ ഒരു വിളി ആണ് പ്രധാനമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഈ അന്ന് തുടങ്ങിയതാണ്. സോ ഞാൻ 2000 അവിടെ ബീഹാറിൽ ജോലി ചെയ്യാൻ പോകുന്ന സമയം മുതൽ ഈ ലേഡീസിനോടുള്ള ബന്ധത്തിലാണ്. സോ നൗ വി ആർ ഇൻ 2025 ആൻഡ് സോ 25 years of my experience with women. I mean, I love women. 12 വയസ്സിന് മുകളിലോട്ട് ഗൈനക്കോളജിയിലാണ് അവരെ കാണുന്നത്. ത്രൂ ഓൾ ദ ഫേസസ് ഓഫ് ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഫ്രം മെനാർക്കി ടു മെനോപോസ്, you become part of their life, you become part of their life journey, and you get to know them, so എനിക്ക് ഭയങ്കര ഒരു പാഷനാണ് വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചെറിയ പ്രായം മുതൽ തന്നെ അവരുടെ ജീവിതത്തിലുള്ള വേദനകൾ, പ്രയാസങ്ങൾ, തകർച്ചകൾ. സോ പ്രൈസ് ഗോഡ്, ഞാൻ ഒത്തിരി ഇൻവോൾവ്. അഡോളസൻസ്, അവർക്കൊരു പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. അപ്പം നമ്മളിപ്പം മിഡിൽ ഏജിൻ്റെ കാര്യം പറയും. നമ്മൾ പെട്ടെന്ന് മിഡിൽ ഏജ് ആയതല്ലല്ലോ. എൻ്റെ ബേർഡൻ അപ്പം മുതൽ തുടങ്ങുക. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന സഹോദരിമാര്, ഇന്ന് അമ്മമാര് അല്ലെങ്കിൽ മുത്തച്ഛിമാരുടെ ഒരു പ്രായത്തിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു ഭാരം കയറട്ടെ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ രോഗങ്ങളും ഭാരങ്ങളും കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടി എന്നെ വിളിച്ചതെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ മറ്റു ചില ഭാരങ്ങൾ നിങ്ങളിലേക്ക് ഇട്ടു തരിക എന്നും കൂടി ഒരു ഉദ്ദേശം എനിക്കുണ്ട്. കാരണം പ്രായമൊന്നും ഒരു വിഷയമല്ല. ഞാനത് പറയാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നോക്കിക്കേ, എൻ്റെ ഗൈനക്കോളജി ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഉണ്ട്, ബൈബിൾ ഇവിടെയുണ്ട്. ഇങ്ങനെയൊന്നും ഞാൻ അധികം ടോക്ക് കൊടുക്കാറില്ല. പക്ഷേ പറഞ്ഞു തരാം, നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം. എന്നാലും എൻ്റെ ഹൃദയത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ചിന്ത, പ്രൈസ് ഗോഡ്, പ്രായമൊന്നും ഒരു വിഷയമല്ലെന്നേ, ഒന്നും ഒരു വിഷയമല്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു രൂപമേ ഉള്ളൂ. ഇതിനകത്തൊരു ആത്മാവുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ലഭിച്ച ഒരു നിത്യജീവനുണ്ട്. ദ സോയെ ലൈഫ് ഓഫ് ഗോഡ്, ദ ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ് ഓഫ് ഗോഡ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ പുറപ്പെടുമെന്നാ പറയുന്നത്. നമ്മളെയൊക്കെ ഈ ഭൂമിയിൽ ഒരു ഉദ്ദേശത്തോടെയാണ് വെച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഐം അപ്രോച്ചിങ് 50. നിങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും. ഈ ചില പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമെങ്കിലും അതൊക്കെ ഒരു ദൈവിക ദർശനത്താൽ പിടിക്കപ്പെടണം. ദൈവിക ഉദ്ദേശങ്ങളാൽ നമ്മൾ പിടിക്കപ്പെടണം. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. Where there is no vision, people perish എന്ന് പറയും പോലെ, we are all here for a purpose. രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ നമ്മളെ അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ. കർത്താവ് ഇവിടെ നമ്മളെ വെച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അത് പൂർത്തീകരിക്കണം. സ്തോത്രം. ആത്മാവിൽ ബലപ്പെടണം. നമ്മുടെ മനസ്സിന്റെ മേഖലകൾക്കകത്ത് നമ്മൾ ബലപ്പെടണം. ശരീരത്തിലൊരു രോഗം വന്നാൽ അത് നമുക്ക് പിന്നെയും സഹിക്കാം. ഞാൻ ഇതൊക്കെ പ്രോവേർബ്സിലെ വചനങ്ങളാണ്, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. ശരീരത്തിലൊരു അസുഖം വന്നാലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം. ബട്ട് ഇഫ് യു ആർ സിക്ക് ഇൻ യുവർ സ്പിരിറ്റ് ആൻഡ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് ഇൻ യുവർ മൈൻഡ്,
You cannot stand it. So now we are planning to discuss on our body and the issues that we face, but your spirit man and your soul, your mind and your will and your emotions, they are so precious. അതിനകത്ത് ഹെൽത്തി ആണെങ്കിലുണ്ടല്ലോ, സ്തോത്രം, സകല പ്രതികൂലങ്ങളെയും മറികടക്കുവാൻ, പ്രായത്തിന്റെ പരിമിതികളെയും രോഗങ്ങളെയും ഈ ലോകത്തിലെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയൊക്കെ മറികടക്കുവാനുള്ള ദിവ്യമായ ഒരു ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരും. Because only that counts. You are here for a purpose. നമ്മൾ പറയത്തില്ലേ, മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇന്ന് നീ നാളെ ഞാൻ, അത്രയൊക്കെ ഉള്ളൂ. മോശ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ചിലത് പൂർത്തീകരിക്കുവാൻ കർത്താവ് നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. The joy of the Lord is our strength. Amen. A cheerful heart is a Proverbs 17:22. അപ്പൊ അങ്ങനെ ഞാനൊരു ഭാരം ഇട്ട് തരുന്നതിനെ കുറിച്ച് പറയുമായിരുന്നു അല്ലേ. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ പെൺകുട്ടികളെ, നമുക്കിന്ന് ആ സ്ഫിയർ വിടണ്ട, പെൺകുട്ടികളിൽ തന്നെ നിൽക്കാൻ നമുക്ക്. നമ്മുടെ മക്കൾ 10 വയസ്സിന് താഴോട്ട് അവർ കൊച്ചു കുഞ്ഞുങ്ങളാണ്. പക്ഷെ 10 വയസ്സ് കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ അവരുടെ ടീനേജ് പ്രായം 10 to 19 years, സച്ച് പ്രഷ്യസ് ഇയേഴ്സ്. അവർക്കൊരു പ്രോപ്പർ ക്രിസ്ത്യൻ വാല്യൂ ബേസ്ഡ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഞാൻ ഒരുപാട് ഓടി നടന്ന് പ്രയത്നിക്കുന്ന ഒരു മേഖലയാണ്. ഒരു ഭവനം പണിയുമ്പോൾ ആദ്യം നല്ല അടിസ്ഥാനം ഇടണ്ടേ? അടിസ്ഥാനം നന്നായിട്ടിടാതെ അതിൻ്റെ മുകളിലോട്ട് പണിഞ്ഞു പോകുമ്പോഴായിരിക്കും പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നത്. ഇന്ന് റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലേക്ക്, മാരേജിലേക്കൊക്കെ വരുമ്പോൾ ഒത്തിരി വൈകല്യങ്ങളാ, തകർച്ചകളാ നമ്മൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത്. കല്യാണം വേണ്ട കുറെ പേർക്ക്, because their adolescent years somehow they navigated. Nobody gives them a proper sex education. They don't know anything about their gender or sexuality. They are, maybe all that they heard is negative. അവർ ഗൂഗിളിനകത്തുനിന്നും മറ്റ് പല സ്ഥലങ്ങൾക്കകത്തു നിന്നൊക്കെ ആയിരിക്കും അവരുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ ലൈംഗികതയെക്കുറിച്ചൊക്കെ അവർ കേട്ട് മനസ്സിലാക്കിയത്. തെറ്റായ ബന്ധങ്ങളിൽ അവർ പ്രവേശിക്കുന്നു. അപ്പം ഒരു 20 വയസ്സ് എത്തുന്നതിന് മുമ്പേ ശക്തമായ അടിസ്ഥാനങ്ങൾ ജീവിതത്തിനകത്ത് ഇട്ട് കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞ് 20 to 30 years, 20 to 40 maybe we can say, ആ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പാണത് അല്ലേ. ആ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, മാരിറ്റൽ കൗൺസിലിംഗ്, മാരേജിനകത്തൊരു ക്രിസ്ത്യൻ മാരേജിന്റെ വാല്യൂ സിസ്റ്റംസ്, അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും, പാരന്റിങ്, നമ്മുടെ ജീവിത അനുഭവങ്ങളെ തരണം ചെയ്ത് ഓവർകം ചെയ്യുന്ന ആ ഒരു ഫേസാണ്. പിന്നെ 40 to 60 years കാറ്റഗറിയാണ് നമ്മുടെ മിഡിൽ ഏജ്. ബൈ ദാറ്റ് ടൈം നമ്മൾ ഒരു പ്രത്യേക സ്റ്റേജിലേക്ക് വന്നു. മിഡിൽ ഏജിന്റെ ക്രൈസിസും ബുദ്ധിമുട്ടുകളും അതിനു മുമ്പുള്ളതിനെക്കാട്ടിൽ ഇച്ചിരൂടെ വ്യത്യസ്തമാണ്, നമുക്കറിയാം. അപ്പം ഞാൻ ഈ ഒരു വചനം പറഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ തന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. നമ്മൾ 3 യോഹന്നാൻ, 3 ജോൺ, 3 യോഹന്നാൻ അതിൻ്റെ 1-2 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നത്, മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. He says, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Look at this beautiful prayer. Let's read it in English also. The elder to the beloved Gaius, whom I love in truth. Beloved, I pray that in all respects you may prosper and be in good health, just as your soul prospers. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വചനഭാഗമായി. It brings out a great truth. ഇവിടെ പറയുന്നത് കേട്ടോ, പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയായത്. ആൻഡ് ഇതൊരു ഭയങ്കര ട്രൂത്തായിട്ട് ഞാൻ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ, അവരുടെ ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായത്. അതുകൊണ്ടും കൂടിയാണ് എൻ്റെ മെഡിക്കൽ പ്രാക്ടീസിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ
കൗൺസിലിംഗ് മേഖലയിലേക്കും എഡ്യൂക്കേഷൻ മേഖലയിലേക്കും തിരിയാനുള്ള കാരണവും അതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കേ, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം. യു ഷുഡ് പ്രോസ്പർ ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. യു ഷുഡ് പ്രോസ്പർ ആൻഡ് യു ഷുഡ് ബി ഇൻ ഗുഡ് ഹെൽത്ത്. അവിടെയുള്ള മൂപ്പന് വേണ്ടി ഈ അപ്പോസ്തലൻ പറയുകയാണ്. പക്ഷേ അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനാ? ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്. നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ അത്രയും ശുഭതയെ ബാക്കി മേഖലകൾക്കകത്ത് വരത്തുള്ളൂ എന്ന്. നിന്റെ ആത്മാവ്, ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നുണ്ട്. ആസ് യുവർ, if you want to put it in other words, you can even say, see, even as your soul prospers, you will prosper in everything and you will be in good health. അങ്ങനെ അതിന്റെ ബന്ധം കിടക്കുന്നത്. Most of the sicknesses women go through have a psychosomatic, component to it. That is what I have understood. അപ്പൊ അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് ഇന്ന് ഒരു വിശ്വാസ സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിനോടൊരു നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പ്, ദൈവവചനത്തെ ധ്യാനിക്കുകയും സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നല്ല മനസ്സിന്റെ ഉടമകളും ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിട്ടുള്ള സഹോദരിമാർക്ക് you get that divine energy and strength to move on in life. Praise God. അപ്പൊ നമ്മുടെ സ്പിരിറ്റാണ്, നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പല കാര്യത്തിന്റെ ഔട്ട്കമാണ് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് കാണുന്നത്. ഇഫ് യുവർ സ്പിരിറ്റ് മാൻ ഈസ് സ്ട്രോങ്, പൗലോസ് അങ്ങനല്ലേ പ്രാർത്ഥിച്ചത്, അകമേ ഉള്ള മനുഷ്യനിൽ ബലപ്പെടേണ്ടതിന്. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുവാണ് എങ്കിലും അകമേയുള്ള മനുഷ്യനിൽ ബലമുണ്ട് എങ്കിൽ, നിന്റെ ആത്മാവിൽ നീ ശുഭമായി ഇരിക്കുന്നു എങ്കിൽ, സ്തോത്രം, വലിയൊരു പ്രോമിസാണ് നമുക്ക് തന്നിരിക്കുന്നത്. യു വിൽ ബി ഇൻ ഗുഡ് ഹെൽത്ത്. മിഡിൽ ഏജ് പ്രോബ്ലംസ്, യെസ്, നമ്മുടെ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായം അല്ലേ? അപ്പം ഒരു മെനാർക്കി പീരീഡ്സ് ആരംഭിക്കുന്ന ഒരു ഏജ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പൊ 10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ പീരീഡ്സ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഏജില് തുടങ്ങുന്ന ഒരു പ്രോസസ്സ് മെനോപോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, ഒരു സ്ത്രീയുടെ റിപ്രൊഡക്റ്റീവ് സൈക്കിളിന്റെ ഒരു ബിഗിനിങ്ങും ഒരു എൻഡുമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയും. അപ്പൊ ഒരു ആവറേജ് ഏജ് ഓഫ് മെനോപോസ്, അതായത് പീരീഡ്സ് നിലയ്ക്കുന്ന ഒരു പ്രായം 51 years ആണ് നമ്മൾ പറയുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് ലൈക്ക് എ റേഞ്ച്, it can be anything for Kerala women, for Indian women it may be something like maybe from 48 to 52, 53 years. പക്ഷെ ഒരു 51 ആണ് അതിൻ്റെ ഒരു ആവറേജ് ഏജ് നമ്മളിങ്ങനെ പറയുന്നത്. അതായത് കണ്ടിന്യൂസ്ലി 1 വർഷം പീരീഡ്സ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരാതിരിക്കുന്നു എങ്കിൽ നമുക്ക് മെനോപോസ് എന്ന് അതിനെ ഡിഫൈൻ ചെയ്യും. പക്ഷെ ഇതിനു മുമ്പ് പെരിമെനോപോസ് എന്ന് പറഞ്ഞൊരു ഏജ് ഉണ്ട്. അത് it may range from few months to years, when slowly നമ്മുടെ ഓവറിയുടെ ആക്ടിവിറ്റി നിലയ്ക്കുകയാണ്. അണ്ടാശയം, ഒവേറിയൻ ആക്ടിവിറ്റി, അതിനകത്തുള്ള ഊസൈറ്റ്സിന്റെ എണ്ണം ഫിനിഷ് ആകുകയാണ്. ആ ഒരു ഭയങ്കര ഒരു ട്രാൻസിഷണൽ ഏജ് ആണ് ഒരു വുമന്റെ ലൈഫിൽ. നൗ ദിസ് യൂഷ്വലി doesn't happen before 40. അത് പിന്നെ പ്രിമച്വർ മെനോപോസ് എന്നൊക്കെ പറയും. അതിന് മറ്റ് കാരണങ്ങളുണ്ട്. പക്ഷെ 40 വയസ്സ് കഴിഞ്ഞിട്ട് ആൻഡ് യൂഷ്വലി ആഫ്റ്റർ 45, അതിനു മുമ്പ് നമ്മൾ അങ്ങനെ കാണാറില്ല. ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണിത്. ആർക്ക് ഏത് വയസ്സിലാ പീരീഡ് നിൽക്കുന്നത് നമ്മൾ എപ്പോഴും ചോദിക്കും. അമ്മയ്ക്കും ചേച്ചിമാർക്കും ഒക്കെ എത്ര വയസ്സിലായിരുന്നു പീരീഡ് നിന്നത്? ചിലർ 43, 44 വരാറുണ്ട്. അപ്പൊ വി ആസ്ക് ദം, ഓർ സം ലേഡീസ് കീപ് മെൻസ്ട്രേറ്റിംഗ് ടിൽ 54, 55. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബിക്കോസ് ഇത് ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. അപ്പം ഈ ഒരു ഫേസ്, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഒരു പെരിമെനോപോസ് പ്ലസ് പോസ്റ്റ് മെനോപോസ്, അതായത് മെനോപോസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രായത്തില് അതിന് മുൻപില്ലാത്ത ചില ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രത്യേക ഏജ്. അപ്പം
വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? മെനപ്പോസ് ആവുന്നെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഒവേറിയൻ ആക്ടിവിറ്റി നിൽക്കുന്നു. അപ്പൊ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇത് നമ്മുടെ ശരീരത്തിന്റെ പല ഫങ്ഷൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. അതിൻ്റെ ലെവൽ ഇങ്ങനെ കുറഞ്ഞു 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 ബോഡിയിൽ വരുമ്പോഴത്തേക്കിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഈ ഫേസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഇത് ആസ് എ ടോപ്പിക് നമ്മൾ എടുത്ത് നിങ്ങൾ യൂട്യൂബിലും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഒത്തിരി എക്സാജറേറ്റഡ് ആയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. ഇപ്പൊ പീരീഡ് ആരംഭിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രയാസങ്ങളില്ലേ അല്ലേ? അവർക്ക് ഒത്തിരി മൂഡ് സ്വിങ്സ് വരുന്നു, കുറെ പേർക്ക് അതിന്റെ പ്രയാസങ്ങൾ വരുന്നു, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം വരുന്നു. ബട്ട് വാട്ട് ഐ ഹാവ് സംടൈംസ് ഫെൽറ്റ് ഈസ് ദാറ്റ് ഇതെല്ലാം അങ്ങ് എടുത്ത് ഭയങ്കരമായിട്ട് അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് ഹോർമോൺ ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ദേഷ്യപ്പെടുന്നു, നമ്മൾ വഴക്കുണ്ടാക്കുന്നു, എന്നിട്ട് ഇതെല്ലാം ഹോർമോൺ കാരണമാണെന്ന് നമ്മൾ പറഞ്ഞ് അതിനകത്തുനിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ലെവലിലേക്ക് ഒരിക്കലും എക്സാജറേറ്റ് ചെയ്യരുത്. അതിൻ്റെ ചില ആഡുകളുണ്ട്, ചില സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലരുടെ ടോക്ക് കേട്ട് കഴിഞ്ഞാൽ ദേഷ്യപ്പെടാത്തവർക്കും ദേഷ്യപ്പെടണമെന്നൊരാഗ്രഹം തോന്നും. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുമ്പോൾ മിഡിൽ ഏജിൽ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മിഡിൽ ഏജിലുള്ള സഹോദരിമാർക്ക് ഉള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം. അതിനകത്ത് ഇന്ദ്രിയ ജയമുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. ഭർത്താവിന്റെ പുറത്ത് ഷൗട്ട് ചെയ്യുന്നു, പിള്ളേരുടെ പുറത്ത് ഷൗട്ട് ചെയ്യുന്നു, ഓഫീസിൽ ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് വരുന്നു. അപ്പം ഇതൊക്കെ ചുമ്മാ അത് കൺട്രോൾ വിട്ട് നമ്മളങ്ങ് കാണിച്ചിട്ട് ഇതെല്ലാം എൻ്റെ ഹോർമോണിന്റെ വേരിയേഷൻ ആണെന്ന് പറഞ്ഞ് ഒരു എസ്കേപ്പിസം. അങ്ങനെ ദയവ് ചെയ്ത് ഇന്ന് എന്നെ കേൾക്കുന്ന ഒരു സഹോദരിമാരും അങ്ങനെയുള്ള എക്സ്ക്യൂസ് എടുക്കരുത്. നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുമോ? ഉണ്ടാകും. ചിലപ്പോൾ ഇറിറ്റബിലിറ്റി കൂടുതൽ വരുമോ? വരും. ഹോട്ട് ഫ്ലഷസ് വരും, നൈറ്റ് സ്വെറ്റ്സ് വരും. ഇങ്ങനത്തെ ഒത്തിരി പ്രയാസങ്ങൾ ആ സമയത്ത് നമുക്കുണ്ടാകും. പീരീഡ്സിനകത്ത് ഇറഗുലാരിറ്റി വരും. പക്ഷെ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് ആക്കി ഇത് കാരണം എനിക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് ദൈവ മക്കൾക്ക് പറ്റുന്ന ഒരു കാര്യം അല്ല. അതിനുവേണ്ടി വേണ്ടുന്ന മുൻകരുതലുകൾ നമ്മൾ എടുക്കുക, ചെയ്യുക, ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോവുക, ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ചോദിച്ച് വാങ്ങുക. അതല്ലാതെ നമ്മുടെ ബാഡ് ബിഹേവിയറിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് ദയവേദി ഇതാരും ഉപയോഗിക്കരുത്. ഹോർമോൺസ് അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, പരിശുദ്ധാത്മാവ നമ്മളെ നിയന്ത്രിക്കേണ്ടുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഏത് പ്രായത്തിലും ഈവൻ കൊച്ചു പിള്ളേരോട് ഞാനത് പറയാറുണ്ട്. എത്ര ടീനേജിലുള്ള പിള്ളേര് അവർക്ക് തോന്നുന്ന എല്ലാ സ്വഭാവങ്ങളും അവർ കാണിക്കും. മുറിക്കകത്ത് കയറി അടച്ചിരിക്കും പീരീഡ്സിന്റെ സമയത്ത്, ദേഷ്യപ്പെടുന്നു, എടുത്തെറിയുന്നു, എനിക്ക് ആരെയും കാണണ്ട, സ്കൂളിൽ പോകത്തില്ല, കോളേജിൽ പോകത്തില്ല, ടാൻഡ്രംസ് കാണിക്കും, റെബലിയൻ കാണിക്കും. എന്നിട്ട് വീട്ടുകാരെല്ലാം ഇത് സഹിക്കുക. പീരീഡ്സിന്റെ സമയത്ത് അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ആണെന്ന് പറഞ്ഞ് കുറച്ച് പെൺകുട്ടികൾ ആ സമയത്ത് ഇറിറ്റബിലിറ്റി വരും എന്ന് എവിടെയോ അവർ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ഇറിറ്റേഷനെ ഒക്കെ സ്വീകരിച്ച് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അടുത്ത പരിപാടി. അപ്പോൾ അതിനകത്ത് ഒരു നല്ല ദൈവിക മനസ്സിലാക്കൽ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, സോ ഞാനത് അധികം വിവരിച്ചു പോകണില്ല. പക്ഷേ ആ പെരിമെനോപോസൽ ഏജിൽ നമുക്ക് ഇതുപോലത്തെ കുറെ ഡിസ്റ്റർബൻസസ് പതുക്കെ പതുക്കെ തുടങ്ങിയിട്ടായിരിക്കും മെനോപോസിലേക്ക് ഒരു പക്ഷേ നമ്മൾ എത്തുന്നത്. അപ്പൊ ഈ ഈസ്ട്രോജന്റെ ലെവല് കുറയുക, ഇതൊക്കെ മറ്റൊരു വിധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായ ഒരു അറേഞ്ച്മെന്റ് ആണ് ദൈവം നമ്മുടെ ശരീരത്തിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയും കൂടെ കാണണം. കൊച്ചു പിള്ളേർക്ക് പീരീഡ്സ് വരുന്നത് ഇഷ്ടമല്ല, അവർക്ക് ദേഷ്യമാണ്. പക്ഷെ ഇത് എപ്പ തുടങ്ങണമെന്നും ഇത് എന്തിനാ തുടങ്ങുന്നതെന്നും പിന്നെ ഇത് ഒരു പ്രായത്തിൽ നിൽക്കണം, അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയല്ലേ. ഇത് നിന്നുപോയല്ലോ എന്നോർത്ത് നമ്മളാരും ഭാരപ്പെടണ്ട. അതിനും അതിൻ്റെതായ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ദൈവം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അതിനെയൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് മതി, ആ സമയം വരെ മതി. പിന്നെ പെട്ടെന്ന് ഹിസ്റ്ററക്ടമി ചെയ്യുന്നവരുണ്ട്, അതായത് യൂട്രസ് ഓവറി ഒക്കെ എടുത്തു മാറ്റുന്നവർക്ക് സർജിക്കൽ മെനോപോസ് എന്ന് പറയും.
അതായത് നാച്ചുറൽ മെനോപോസ് ആവുന്നവർക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും, സ്ലോലി ആയിരിക്കും നമുക്ക് ഈ ചേഞ്ചസ് വരുന്നത്. ഈസ്ട്രോജന്റെ ലെവൽ ഇങ്ങനെ സ്ലോലി കുറയുന്നു. പക്ഷെ സർജിക്കൽ മെനോപോസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇന്നുണ്ട് നാളെ ഇല്ല എന്ന് പറയുന്ന പോലെയാണല്ലോ. സർജറി കഴിഞ്ഞു, ഓവറി എടുത്തു മാറ്റി, അടുത്ത ദിവസം മുതൽ സഡൻ ഡ്രോപ്പ് ഓഫ് ഈസ്ട്രോജൻ ആണ്. അത് നമ്മളെ കുറച്ചുകൂടെ സിവിയർ സിംറ്റംസ് ഒരു ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഓടിപ്പോയി യൂട്രസ് എടുത്ത് മാറ്റുക. ചില സ്ഥലങ്ങളിലൊക്കെ, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ സിമ്പിൾ കാര്യത്തിന് വരെ യൂട്രസ് അങ്ങ് എടുത്ത് മാറ്റിയേക്ക്, അതിപ്പോൾ ഒരു വലിയ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ദൈവം തന്നിരിക്കുന്ന ഈ ഒരു അവയവം എടുത്തു കളയാനുള്ളതല്ല. കുഞ്ഞുങ്ങളായി, മെനോപോസിന്റെ പ്രായമാകാറായി, ഇനിയിപ്പോ ഇത് വെച്ചിട്ട് എന്തോ എടുക്കാനാന്ന് പറഞ്ഞ് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇതെടുത്ത് മാറ്റുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നല്ല രീതിയിൽ ചിന്തിക്കണം, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. ശരിക്കും ഇത് മാറ്റുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പൂർണ്ണ ബോധ്യമായി കഴിഞ്ഞിട്ടേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാവൂ. അത് ലാഘവമായിട്ട് എടുക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ആൻഡ് as I said, the main concern is estrogen deficiency. Okay, that is what is creating all these symptoms for these ladies. So your issues may start anywhere from like maybe 45 plus 45 46 ഒക്കെ ആകുമ്പോഴത്തേക്കിന് തന്നെ പതുക്കെ ബ്ലീഡിങ് ഇറഗുലാരിറ്റീസ് ആയിട്ട് തുടങ്ങാം. അതായത് കൃത്യമായിട്ട് പീരീഡ് വന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിനകത്തൊരു ഡിസ്റ്റർബൻസ്, ഒന്നെങ്കിൽ അവർക്ക് ചില മാസങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഓവർ ബ്ലീഡിങ് ആയിട്ട് വരുന്നു, യുനോ, ഓർ മേ ബി ഫോർ ദം ഇറ്റ് ഈസ് ലൈക്ക് വെരി ഫ്രീക്വന്റ്, ഒരു മാസത്തിൽ 2 പ്രാവശ്യം വരുന്നു, അങ്ങനൊക്കെ. അപ്പോൾ ഞാൻ ഇന്നിപ്പം കുറച്ച് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് ഈ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു തരാം, പിന്നെ അതിന്റെ തെറാപ്പിയും പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കംപ്ലൈൻസ് നമ്മൾ വരുമ്പോൾ ഇതിനകത്ത് എപ്പോഴാണ് നമ്മൾ ഡോക്ടറിന്റെ അടുക്കലേക്ക് പോകേണ്ടുന്നത് എന്നൊരു ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതായത് ചിലപ്പോൾ നമ്മളിങ്ങനെ പീരീഡ് നിൽക്കാറായതുകൊണ്ടായിരിക്കും ഇങ്ങനൊക്കെ എന്ന് പറഞ്ഞ് ലാഘവമായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില ബാക്കില് ചില സീരിയസ് ഇൽനെസ്സസിന്റെ ഒരു സിംറ്റം ആയിരിക്കും ഇത്. സോ അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ആ ഒരു ജ്ഞാനം നമ്മുടെ ഈ ടോക്ക് മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും കൂടെ ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ മെനോപോസ് ആയോ ഡോക്ടറെ, എനിക്കൊന്ന് ചെക്ക് ചെയ്ത് അറിയണം എന്ന് പറഞ്ഞ് ചിലർ വരാറുണ്ട്. അപ്പം അതിന് നമ്മൾ FSH എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ഇത് ആരും തന്നെ ഒന്നും പോയി ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയും. അപ്പൊ ഓവറിയൻ ആക്ടിവിറ്റി അങ്ങ് നിലച്ചിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH ആണ് ഓവറിന്ന് ഈ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഈ ഹോർമോൺസ് റിലീസ് ആവുന്നത്. പക്ഷെ മെനോപോസിന്റെ പ്രായമായി കഴിയുമ്പം എത്ര FSH ബോഡി പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് റിലീസ് ചെയ്യത്തില്ല ഹോർമോൺസിനെ. സോ FSHന്റെ ലെവൽ ഗ്രാജുവലി അങ്ങ് കൂടി വരും. അങ്ങനെ ഒരു കാര്യമാണ്. സോ എലവേറ്റഡ് സിറം FSH ലെവൽസ് ആണ് മെനോപോസ് ആയി എന്നുള്ളതിന്റെ ഒരു തെളിവ്. പക്ഷെ നമ്മൾ റൂട്ടീനായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഒന്നും അല്ലത്. ഇപ്പോൾ ഓരോ ആൾക്കാർ ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ട് വന്ന് ആവശ്യപ്പെടാറുണ്ട്, ഡോക്ടറെ എനിക്ക് മെനോപോസ് ആയോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, എനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ റൂട്ടീൻ ടെസ്റ്റ്. ഐ മീൻ യു ഡോണ്ട് ഹാവ് ടു know about all these things. അത് ഒരു നാച്ചുറൽ പ്രോസസ്സിൽ അങ്ങ് ആയിക്കോളും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പൊ പിന്നൊന്ന് പറഞ്ഞോട്ടെ, ഈ ബ്ലീഡിങ് ഇറഗുലാരിറ്റീസ് ഒരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് സ്റ്റെറിലൈസേഷൻ. നമുക്കിപ്പോൾ കുട്ടികളായി, നമുക്ക് 1, 2, 3, 4 പിള്ളേരായി. അത് കഴിഞ്ഞ് പ്രസവം നിർത്തുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ. അത് ഒത്തിരിയും സഹോദരിമാരത് ചെയ്യല. അത് ചെയ്യണോ ചെയ്യണ്ടായോ എന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നത്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യാതിരിക്കുമ്പം എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, പീരീഡ് മിസ് ചെയ്യുമ്പോൾ ആശങ്കയാണ്. കാരണം നിങ്ങൾക്ക് മെനോപോസ് ആകുന്നിടം വരെ
അല്ല, മെനോപോസ് ആയി കഴിഞ്ഞിട്ടും 1-2 വർഷം ഓവുലേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇഫ് യു ആർ സ്റ്റേയിങ് വിത്ത് യുവർ ഹസ്ബൻഡ് കൂടെയുണ്ട്, നിങ്ങൾ റെഗുലർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എനിക്ക് വളരെ പ്രയാസം തോന്നിയിട്ടുള്ള ഒരു കാഴ്ചയാണ്, ഈ ഒരു പ്രായത്തില് 45, 48, 50 വയസ്സൊക്കെയുള്ള ആന്റിമാരിങ്ങനെ വന്ന്, സഹോദരിമാരിങ്ങനെ ഇരുന്ന് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. ഡോക്ടറെ 2 മാസം പീരീഡ് മിസ്സായി. അപ്പൊ ഇവർക്ക് സംശയമാണ്. അപ്പം മെനോപോസിന്റെ സമയത്ത് നാച്ചുറലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പീരീഡ് വരാതിരിക്കും. പക്ഷെ ഇവർക്ക് ടെൻഷനാ, പ്രഗ്നന്റ് ആണോ അല്ലയോ, അത് അറിയുന്നിടം വരെ ടെൻഷനാ. ആൻഡ് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, അത്ഭുതം 53-ൽ 55-ൽ ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് അത്ഭുതം, നമ്മൾ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ചിലത് എന്താ സംഭവിക്കുന്നത്, ഇവരൊരു പക്ഷെ 53 വയസ്സിൽ മെനോപോസ് ആയതായിരിക്കും. പക്ഷെ ഓവുലേഷൻ, എറാറ്റിക് ഓവുലേഷൻ ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്താകുന്നതാ. അപ്പൊ ഈ ഒരു ടെൻഷനും പ്രയാസവും ഒക്കെ കണ്ട് എന്നിട്ട് എത്രയോ പേര് പോയി അബോർഷൻ ചെയ്യും. അറിയാണ്ട് ഒരു പ്രഗ്നൻസി ഒക്കെ 40 കഴിഞ്ഞായി കഴിഞ്ഞാൽ, അയ്യോ ഞങ്ങൾക്ക് വേണ്ട ഡോക്ടറെ, ഞങ്ങൾക്കിപ്പോൾ വേണ്ട, പിള്ളേരൊക്കെ വലുതായി, നാണം കേടല്ലേ ഡോക്ടറെ എന്ന് പറഞ്ഞ് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ വരും. അവരോട് എന്ത് പറയും? എന്നിട്ട് ഒരു ഇതും ഇല്ലാതെ they will go and get it aborted somewhere. You should never do that. See, എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുവോ ചെയ്യാതിരിക്കുവോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനകത്ത് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില കാത്തലിക് ഫെയ്ത്തിലൊക്കെ ഉള്ളവരും ചില മതവിഭാഗക്കാരൊക്കെ അതിനെ എതിർക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നു, ഇന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യണ്ട, ഇന്ന സമയത്ത് ചെയ്താൽ മതി എന്നും നമ്മുടെ ഒരു തീരുമാനമല്ലേ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ ഇതും. ടെമ്പററി കോൺട്രസെപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. അപ്പൊ പെർമനന്റ് സ്റ്റെറിലൈസേഷൻ, ഇത്രയും കുട്ടികൾ മതി എന്നൊരു തീരുമാനമായി കഴിഞ്ഞാൽ പ്രസവം നിർത്തുന്നത് ഒരു സേഫ് ഓപ്ഷൻ ആണെന്നേ ഞാൻ എപ്പോഴും പറയും. വൈ ഐ സേ ദാറ്റ്? ബിക്കോസ് ഏത് പ്രായത്തിലും ഒരു കുഞ്ഞ് കർത്താവ് തന്നാൽ ഞങ്ങൾ തുറന്ന മനസ്സോടെ തുറന്ന കൈകളോട് സ്വീകരിക്കും ഡോക്ടറെ എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അബ്രഹാമും സാറയ്ക്കും ഒക്കെ കർത്താവ് മകനെ കൊടുത്തതുപോലെ ആ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇഫ് യു ആർ നോട്ട് വില്ലിങ്, എങ്ങാനും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര മനപ്പീഡ, ഹസ്ബൻഡും വൈഫും വഴക്കുണ്ടാക്കുന്നു, ഇതിനെ കൊണ്ടുപോയി അബോർട്ട് ചെയ്യുന്നു, പിന്നെ അത് ശാപങ്ങൾക്ക് കാരണമായി തീരുന്നു. ഇത് കാണാൻ വയ്യ, ഇത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാ സഹോദരിമാരെയും എൻകറേജ് ചെയ്യും. ഇഫ് യു ആർ നോട്ട് റെഡി ടു റിസീവ് അനദർ ചൈൽഡ്, then better get sterilized. Once you have had 2 children, 3 children, 4 children, whatever, go and get sterilized. That is what you should do. അപ്പൊ ഇങ്ങനെയുണ്ട്. ആന്റിമാര് വിഷമിച്ച് വന്നിരിക്കുന്നു ഡോക്ടറെ, എന്നിട്ട് ആ പ്രഗ്നൻസി ടെസ്റ്റ് എന്തൊരാകാംക്ഷയാ, പരീക്ഷയുടെ റിസൾട്ട് അറിയുന്നത് പോലെ കാത്തിരിക്കുക. അവരും ഞാനും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവാണ് എന്ന് പറഞ്ഞ് വരുന്ന എത്രയോ, എല്ലാ ഒരു 2-3 ഡേയ്സ് കൂടുമ്പം ഇങ്ങനത്തെ ഒരാൾ നമ്മുടെ ഒപിയിൽ ഉറപ്പായിട്ടും വന്നിരിക്കും. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം. പാപ്സ്മിയർ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ടെസ്റ്റാണ് ക്യാൻസർ സെർവിക്സിന്റെ സ്ക്രീനിങ് ആണത്. വൺസ് ഇൻ 3 years, നമ്മൾ 60 years വരെ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയും ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈഫ് ടൈമിൽ അത് നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചെയ്തിരിക്കണം. ഓക്കെ, and maybe even an ultrasound if you have too much of bleeding, because there are so many other reasons. ചില മാലിഗ്നൻസീസ് ആയിരിക്കും, ചില ഫൈബ്രോയിഡുകളായിരിക്കും, അല്ലെ മറ്റ് ചില ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പൊ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് പിന്നെ ഒത്തിരി ബ്ലഡ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അനീമിക് ആകും. അങ്ങനെയുള്ള ഒത്തിരി സഹോദരിമാരുണ്ട്. Now that I am in Kerala, I get to see a lot of them. അവരെ വിശ്വാസികളായിട്ടുള്ള സഹോദരിമാർ, അവരിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടറെ എന്ന് പറയും. we sometimes confuse between all of this, our spirituality and our health and all of that. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ, ഹോസ്പിറ്റലിൽ തല കറങ്ങി അടിച്ച് വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പം നമ്മൾ നോക്കുമ്പം HB 4, 5. അപ്പോൾ
ഒരു ഉപേക്ഷാ മനോഭാവം പാടില്ല. ഉണ്ടായിരുന്നു ഡോക്ടറെ, ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഒരു ദിവസം 4-5 പാഡ് വരെ ഓക്കെയാണ്, പക്ഷെ കട്ടയായിട്ട് ബ്ലഡ് പോകും. എവറി 2 hours നിങ്ങൾ പാഡ് മാറ്റുന്നു. ബി കെയർഫുൾ. നിങ്ങളുടെ HP ഡ്രോപ്പ് ചെയ്യും. 10ന്റെ താഴോട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിൽ അനീമിയയുടെ സിംറ്റംസ് നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ബ്ലീഡിങ് ഇറഗുലർ, 3 മാസം അടുപ്പിച്ച് പീരീഡ് ആകുന്നില്ല, പിന്നെ ആവുന്നുള്ളൂ, ഇങ്ങനെയാണെങ്കിലും ഡോക്ടറിനെ ഒന്ന് പോയി കാണണം. ബിക്കോസ് അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഡോക്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്തിട്ട് എൻഡോമെട്രിയൽ തിക്നെസ് നോക്കണം. ചിലപ്പം അതൊന്ന് എൻഡോമെട്രിയം ഒന്ന് ബയോപ്സി എടുക്കേണ്ട ആവശ്യം വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സോ മേക്ക് എ വിസിറ്റ് ടു എ ഗൈനക്കോളജിസ്റ്റ്, ഗെറ്റ് എ ഹെൽത്ത് ചെക്കപ്പ് ഡൺ. എന്തെങ്കിലും ഒരു ലീവ് ഉള്ള ഒരു ദിവസം, ഒരു പ്രശ്നം വന്നിട്ട് പോകാൻ നിൽക്കണ്ട, ഒരു ചെക്കപ്പ് ചെയ്തേക്കാം. ആ ചെക്കപ്പിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്? ആരെങ്കിലും നമ്മളെ ഒന്ന് പരിശോധിക്കണം, ഉള്ളു പരിശോധിക്കണം. ഒത്തിരി ആന്റിമാർക്ക് അത് ടെൻഷനാണ്. ഡോക്ടറെ ഞാൻ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, എനിക്ക് പേടിയാ, എനിക്ക് നാണമാ എന്നൊന്നും നമ്മൾ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോ പോകണം. ഇനി പോയാൽ എന്തെങ്കിലും കണ്ടുപിടിക്കുമോ എന്ന് പേടിയുള്ള മറ്റൊരു വലിയ കൂട്ടരുണ്ട്. ഞാൻ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല എന്ന് ചിലര് പറയും. അത് വിശ്വാസം കാരണമാണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, വിശ്വാസം കാരണമല്ല, പേടി കാരണം. ഇനിയും ഞാൻ പോയിട്ട് ഡോക്ടർ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ എന്ന് പറഞ്ഞ് ആശുപത്രി കയറാതെ നടക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. നമ്മൾ പോവുക വളരെ റെസ്പോൺസിബിൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്. പിന്നെന്താ, നിങ്ങളെ തന്നെ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞു, മറ്റുള്ളവരെ എങ്ങനെയാ നമ്മൾ സ്നേഹിക്കുന്നത്? നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ സഹോദരിമാരോടും, പ്രത്യേകിച്ച് മിഡിൽ ഏജ്, നമ്മൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രായമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, എക്സർസൈസ് എന്നൊക്കെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. നിങ്ങളെല്ലാരെയും നോക്കുന്നു. നിങ്ങളെ ആരാ നോക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ആരാണ് കരുതുന്നത്? ഇനി അത് ഓർത്ത് നമ്മൾ അവിടെ സെന്റി അടിച്ച് സെൽഫ് പിറ്റി, സ്വയം സഹതാപം അടിച്ച് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർത്ത് വിഷമിക്കും. ഞാൻ എല്ലാരെയും നോക്കുന്നുണ്ട്, എന്നെ ആരും നോക്കുന്നില്ല. ഒരു സ്ത്രീയുടെ ജീവിതം അങ്ങനെയാ. കർത്താവ് നമുക്ക് ആ കഴിവ് തന്നിട്ടുണ്ട്, ഭയങ്കര സാക്രിഫിഷ്യൽ ആയിട്ട്. അത് അതൊരു ബേർഡൻ ആയിട്ട് എടുക്കരുത്. അതൊരു അയ്യോ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വരുന്നല്ലോ എന്ന് പറഞ്ഞ് ചെയ്യരുത്. അത് നമ്മുടെ ഒരു കഴിവാണ്, നമ്മുടെ ഒരു സ്ട്രെങ്താ. ആ സദൃശ്യവാക്യം 31 സഹോദരിയെ ഓർക്കുന്നുണ്ടോ? അങ്ങോട്ടൊക്കെ ഇന്ന് പോകാൻ സമയം കിട്ടുമെന്ന് അറിയത്തില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. അവിടെ നോക്കി കഴിയുമ്പോ ഇവര് മറ്റുള്ളവർക്ക് വേണ്ടി ഷീസ് മേക്കിംഗ് എവറിബഡി എൽസസ് ലൈഫ് ഹാപ്പി. ദാറ്റ് ഈസ് കോളിംഗ് ഓഫ് എ വുമൺ. വുമൺഹുഡിന്റെ ഒരു മനോഹരമായ ഒരു വിളിയാണത്. നമുക്കേ അത് പറ്റൂ, മനസ്സിലായോ? നമുക്കേ അത് പറ്റൂ. പക്ഷേ എല്ലാരെയും നോക്കി 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 അവസാനം എന്നെ ആരും നോക്കിയില്ല എന്ന് പറഞ്ഞ് പുറപുറത്ത് കയ്പും വിദ്വേഷവും ഒക്കെ വെച്ച് ഇരിക്കുന്ന ഒരു പ്ലേസിൽ വരരുത്. നമുക്ക് നമ്മളെ തന്നെ നോക്കാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ. ഞാൻ എനിക്ക് വേണ്ടി സമയം എടുക്കുന്നത് ഒരു പാപമാണെന്നോ? നെവർ തിങ്ക് ലൈക്ക് ദാറ്റ്. Sometimes we get so much into all these activities that we kind of begin to think that it is a sin to take care of yourselves. No, absolutely no. And then you would even get upset with your husband. നമ്മൾക്ക് ഒരു സൈഡിൽ നമ്മളിങ്ങനെല്ലാം പറയുമെങ്കിലും നമുക്ക് ദേഷ്യവും കയ്പും ഒക്കെ വരും. കണ്ടോ, നമ്മൾ ഒത്തിരി സഹോദരിമാരും അമ്മമാരും, നിന്നെയൊക്കെ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കി, അങ്ങനാ ഞാൻ ക്ഷീണിച്ചു പോയത്, നമുക്ക് ഒരവസരം കിട്ടുമ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് കേൾപ്പിക്കും നമ്മളെല്ലാവർക്കും വേണ്ടി ചെയ്തത്. അപ്പം അങ്ങനെയൊന്നും ഓവറായിട്ടൊന്നും എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങളും നമ്മുടെ തലയിൽ നമ്മൾ എടുത്തു വെക്കേണ്ട. 40-45 ഒക്കെ ആവുമ്പം ഭർത്താവും മക്കളും ഒക്കെ കുറെ പ്രാപ്തി ഉള്ളവരായി അവരവരുടെ കാര്യങ്ങൾ കുറെ ചെയ്യാൻ എല്ലാവരെയും സജ്ജരാക്കുക. എന്നാലും വീടിന്റെ ഒരു സൂപ്പർവൈസറായിട്ട് നമ്മൾ നിന്നേലേ പറ്റൂ.
ഫൈൻഡ് ടൈം ഫോർ യുവർ സെൽഫ്. എന്താണ്? പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കണ്ണു വെച്ച് ഇങ്ങനെ നേരെ നമ്മൾ എന്താ പറയുക, അടുക്കളയിൽ പോയി, അല്ലെങ്കിൽ ജോലിക്ക് പോയി, അല്ലെ ജോലി ചെയ്യാൻ പോയി എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം, മനസ്സിലായോ? എന്നിട്ട് ഇഷ്ടമുള്ളത്, whatever you want some hot water, you want milk, you want coffee, just treat yourself. അത് എനിക്ക് ആരും ഉണ്ടാക്കി തരാനില്ലേ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് നല്ല രീതിയിൽ buy some exercise clothes for yourself, buy a good pair of shoes. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. എനിക്കൊക്കെ ഒരു പ്രായമായപ്പോഴാണ് അങ്ങനെയൊക്കെ ഒരു ബോധം വന്നത്. നമുക്ക് വേണ്ടി ഒരു ഷൂസൊക്കെ മേടിച്ച് അതിട്ടുകൊണ്ട് നടക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമോ? സാധാരണ വീട്ടിലെ അമ്മമാരൊക്കെ. പക്ഷെ നമ്മൾ വെറുതെ നടക്കുന്ന പോലല്ല, ഒരു എക്സർസൈസിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ നടക്കുന്നു. നമ്മുടെ കാലുകൾക്ക് വേഗത വരണമെങ്കിൽ നമുക്ക് നല്ല ഷൂസൊക്കെ ഇടണം. അയ്യോ, 3000 രൂപയുടെ ഷൂസ് എനിക്ക് വേണ്ടിയോ? ആ 3000 രൂപയുണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നാണല്ലോ നമ്മുടെ വീട്ടമ്മമാരുടെ. ആ പൈസ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം, അവർക്കത് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, യു ഡിസേർവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ സംതിങ് ഫോർ യുവർ സെൽഫ്, ഗോ ഫോർ എ വാക്ക്. ചില വീടുകളിലൊന്നും അത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. ആ അമ്മ എവിടെ രാവിലെ ഷൂസും ഒക്കെ ഇട്ടുണ്ടെന്ന് പിള്ളേർ നമ്മളെ കളിയാക്കും. ഇപ്പം അമ്മ അങ്ങനെയൊക്കെയാ. എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നിന്നെയൊക്കെ നോക്കാൻ പറ്റുമെന്ന് പറയണം. എന്നിട്ടൊന്ന് നടക്കാൻ പോവോ? ബൈ എ പെയർ ഓഫ്, ഐ ഡോണ്ട് നോ ഞാൻ ഏത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട്, മീൻസ് നിങ്ങളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുക ദാറ്റ് you all are already empowered, but maybe lot of other people also listening to me. അപ്പം ബൈ എ പെയർ ഓഫ്, ഇപ്പം യങ് ലേഡീസിനൊക്കെ അതറിയാം. പക്ഷേ ഇപ്പോൾ ഒരു 50 വയസ്സൊക്കെ ഉള്ള ആൻറ്റിമാരൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. 50, 60 ഒക്കെ ഉള്ളവരെ നമ്മളൊന്നും ഒരു ഇയർഫോണൊന്നും അങ്ങനെ നമുക്ക് വേണ്ടി തന്നെ മേടിച്ചൊന്നും യൂസ് ചെയ്യത്തില്ല. പക്ഷെ നല്ലതാ. നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഇയർഫോണൊക്കെ വെച്ച് ഒരു പാട്ടൊക്കെ കേട്ട്, ഒരു മെസ്സേജൊക്കെ കേട്ട്, ആരാധിച്ച്, ഒരു സ്ലിംഗ് ബാഗൊക്കെ ഇട്ട്, ജസ്റ്റ് ട്രീറ്റ് യുവർ സെൽഫ്, ആൻഡ് ജസ്റ്റ് തിങ്ക്. നമ്മളെല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തേച്ച് അവര് വെക്കുന്ന ബാക്കി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് കഴിക്കുക. എൻ്റെ മമ്മി ഇങ്ങനെ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ പിള്ളേരുടെ കുറുക്ക് തിന്ന് തുടങ്ങിയതാ ഞാൻ. ഇവർ ചെറിയ പ്രായമായിരിക്കുമ്പോഴേ നമ്മൾ അന്ന് ഈ സെർലാക്ക് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വിലയാണ് അതിനൊക്കെ. അപ്പം ഇവർ കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ എങ്ങനെ കളയും? അത് നമ്മൾ കഴിക്കും. പിന്നെ അവർ കഴിച്ചതിൻ്റെ ബാക്കി അതും നമ്മൾ കഴിക്കും. മൈ മദർ യൂസ് ടു ടെൽ മീ, യു ആർ നോട്ട് എ വേസ്റ്റ് ബിൻ. ഇതെല്ലാം കൂടെ നീ കഴിക്കണം എന്ന് ഷീ യൂസ് ടു ടെൽ മീ. യു ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ് എന്ന് പറയും. ഇറ്റ് ഹാസ് റിമൈൻഡ് വിത്ത് മീ. അങ്ങനെ നമ്മളൊക്കെ അമിതവണ്ണവും, മനസ്സിലായോ? നമ്മളങ്ങ് കഴിക്കുക. വേണമെങ്കിലും വേണ്ടെങ്കിലും ഒക്കെ നമ്മളങ്ങ് കഴിക്കും. എങ്ങനെ കളയും എന്ന് വിചാരിച്ച് നമ്മൾ പല സാധനങ്ങൾ കഴിക്കും. രാവിലെ എനിക്കിതാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്ന എത്ര സഹോദരിമാർ ഇതിനകത്തുണ്ട്? നമ്മൾ ഹസ്ബൻഡിന്റെ ഇഷ്ടം, മക്കളുടെ ഇഷ്ടം ഒക്കെ നോക്കും. നല്ലതാ, അങ്ങനെ നമ്മൾ ചെയ്യണം. പക്ഷെ എനിക്കിത് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന്റെ പേരിൽ മാത്രമല്ല, ആരോഗ്യത്തിന്റെ പേരിലും കൂടെ ഞാൻ ഈ പറയുന്നത്. കാരണം ഇച്ചിരിയൊക്കെ അങ്ങനെ ചിന്തിച്ച് തുടങ്ങേണ്ടുന്ന പ്രായമാണ്. ബാക്കിയും കഴിച്ച്, അതും കഴിച്ച്, ഇതും കഴിച്ചു, കൈ കിട്ടുന്നതെല്ലാം കഴിച്ച് അങ്ങനെ ഇനിയും പോയാൽ അങ്ങോട്ട് ശരിയാവത്തില്ല. അപ്പം നല്ല ഹെൽത്തി ഫുഡ് ആയിരിക്കണം. എനിക്ക് ഇത് മതി, ഐ എം മേക്കിംഗ് സം സാലഡ്സ് ഫോർ മൈസെൽഫ്, ഓർ ഐ എം ഓൺലി ഈറ്റിംഗ് ദിസ്. എല്ലാവരും ഇത് കഴിക്കുന്നു, പക്ഷെ എനിക്ക് 2 ചപ്പാത്തിയാണ് വേണ്ടുന്നത്, അല്ലെങ്കിൽ ഇഡ്ലി, വാട്ട് എവർ, എനിത്തിങ് ദറ്റ് യു ലൈക്ക്. അല്ലെ എനിക്ക് ഇത് പാക്ക് ചെയ്ത് എനിക്ക് കൊണ്ടുപോകണം എൻ്റെ വർക്ക് പ്ലേസിൽ, എനിക്ക് ഇടയ്ക്ക് കഴിക്കാനാ. അല്ലെങ്കിൽ നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പം ഐ വോണ്ട് ടു ബൈ സം പീനട്സ് ഫോർ മൈസെൽഫ്, അല്ലെ കുറച്ച് നട്ട്സ്, അല്ലെ കുറച്ച് ഇത് നമുക്ക് വേണ്ടി മേടിച്ചു വെച്ചു. അങ്ങനെയൊക്കെ നിങ്ങളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യണം, നിങ്ങളെ തന്നെ സ്നേഹിക്കണം. നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യണം. നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്ന ബാക്കി എല്ലാവരുടെയും കാര്യം നോക്കണം.
പക്ഷേ അതിനകത്ത് നമുക്ക് വേണ്ടി ഒരു സ്ലോട്ട് കണ്ടുപിടിച്ച് ഡു തിങ്സ് that are good for you, and part of it should be that you go for a health checkup. Okay, go for a doctor visit also. So okay, menstrual irregularities-നെ കുറിച്ച് നമ്മൾ പറഞ്ഞു. And what vasomotor symptoms, നമുക്കുണ്ടാവുന്ന സിംറ്റംസ്, ഈ ഹോട്ട് ഫ്ലഷസ് അറിയാമല്ലോ, നമുക്ക് പ്രത്യേകിച്ച് അപ്പർ ബോഡിയിലും ഫേസിലും ഈ ഒരു ഏജിൽ അങ്ങനെ വരുന്നതാ. ഈസ്ട്രോജൻ വിഡ്രോവൽ കാരണം ഉണ്ടാകുന്ന ഒരു സംഗതിയായത്. പെട്ടെന്നൊരു ഹീറ്റ് വേവ് അങ്ങ് വന്ന് നമ്മളങ്ങ് വേർത്ത് ഡ്രഞ്ച്ഡ് ആവുന്ന പോലെ ഒരു ഫീലിംഗ്. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് സെൽഫ് ലിമിറ്റിങ്ങുമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അത് തന്നെ ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ. അപ്പം നമുക്ക് ഭയങ്കര ചൂട്, എല്ലാവർക്കും തണുക്കുക, നമുക്ക് ചൂടെടുക്കുക. അപ്പം നമ്മൾ ഫാൻ്റെ അടിയിൽ ഇരുന്നിട്ട് നമ്മൾ വേർക്കുക, നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടായി വെപ്രാളപ്പെട്ട് നമ്മൾ എഴുന്നേക്കും. അപ്പം നമ്മൾ, ഞാൻ പറയാറുണ്ട്, കോട്ടൺ ഡ്രസ്സസ് യൂസ് ചെയ്യുക, നൈറ്റിയൊക്കെ കോട്ടൺ യൂസ് ചെയ്യുക, രാവിലെ ഒന്ന് കുളിക്കുക, വൈകിട്ടൊന്ന് കുളിക്കുക, യുനോ, ആൻഡ് ജസ്റ്റ് റിമെയിൻ റിലാക്സ്ഡ്. അത് ഭയങ്കര സിവിയർ ആയിട്ട് വരുന്നവർക്ക് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഞാൻ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അത് മാറിക്കോളും. ഹസ്ബൻഡിനോടൊക്കെ പറയുക, അച്ഛാ എനിക്ക് ഇങ്ങനെയൊരു പ്രയാസമുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ചിലപ്പം വല്ലാത്ത ബിഹേവിയറൊക്കെ ചിലപ്പം നമ്മൾ കാണിക്കും. ഫാൻ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ പറയും, യുനോ, കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിൻഡോ അടയ്ക്കുന്നു, തുറക്കുന്നു, AC കൂട്ടിയിടുന്നു. അപ്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ഭർത്താക്കന്മാരോടൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊക്കെ നമ്മളെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതാണ് നമുക്ക് യൂഷ്വലി ഉണ്ടാവുന്ന ഒരു വാസോമോട്ടോർ സിംറ്റംസിനാണ് ഇത് നമ്മൾ പറയുന്നത്. സർജിക്കൽ മെനോപോസ് ആകുന്നവർക്ക് ഇത് കുറച്ചും കൂടെ അങ്ങ് ഡിഫിക്കൽട്ടാണ്. കാരണം പെട്ടെന്നല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നുണ്ട് നാളെ ഇല്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കും അവരുടെ ഓവറീസ് പെട്ടെന്ന് ഒരു പ്രവർത്തനം നിൽക്കുന്നത്. സോ അവർക്കിത് കുറച്ചും കൂടെ സിവിയർ ആണ്. പിന്നുള്ളത്, ഇതിനു വേണ്ടി ഈസ്ട്രോജൻ തെറാപ്പിയൊക്കെ കൊടുക്കും കേട്ടോ, ഭയങ്കര സിവിയർ ആയിട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കും. യൂറോജനൈറ്റൽ സിംറ്റംസ്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു സംഗതിയാണ്. കാരണം നമുക്ക് നമ്മുടെ സെക്ഷുവൽ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്പെറൂണിയ, വെജൈനൽ ഡ്രൈനസ്. കാരണം ഈസ്ട്രോജൻ ഈ വെജൈന നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു ഏജിലോട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ചിലർക്ക് സെക്ഷൽ ലൈഫിൽ ഒരു ഇൻട്രസ്റ്റ് കുറവ്, യുനോ, പണ്ടുള്ളതുപോലെ ഒരു താല്പര്യക്കുറവുകൾ. അത് ഈ മെനോപോസ് മാത്രമല്ല, ഒത്തിരി സഹോദരിമാർ ഇത് എക്സ്ക്യൂസായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതും ഞാൻ ഇപ്പോഴേ പറയട്ടെ. അത് എക്സ്ക്യൂസായിട്ട് ഉപയോഗിച്ചുകൂടാ. ഭർത്താക്കന്മാരെ അവോയ്ഡ് ചെയ്ത് നടക്കാൻ, പ്രായമായില്ലയോ ഡോക്ടറെ, എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ താല്പര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവർ എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്. വെജൈനൽ ഡ്രൈനസ് വരും. അത് കാരണം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഡിസ്പെറൂണിയ എന്ന് പറയും, പെയിൻഫുൾ ഇൻ്റർകോഴ്സ്, യുനോ, നമുക്കൊരു വലിയ പ്രയാസമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പം വേദന, എപ്പോഴും യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുക, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണോ എന്നുള്ള തോന്നലുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറിനെ ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം ഇതിന് നല്ല മെഡിക്കേഷൻസ് ഉണ്ട്. വെജൈനൽ ഈസ്ട്രോജൻ ക്രീംസ് ഉണ്ട്, യുനോ. അതാവുമ്പോൾ നമ്മളെ സിസ്റ്റമിക്കലി അത് എഫക്റ്റ് ചെയ്യത്തുമില്ല, ഉള്ളിലേക്ക് ചെല്ലുന്നില്ലല്ലോ. പക്ഷേ അവരൊന്ന് എക്സാമിൻ ചെയ്യും, വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഇത് ഭയങ്കര നല്ലതാണ്. നമുക്ക് ഈ വെജൈനൽ ക്രീം, ഈസ്ട്രോജൻ ക്രീംസ്, ഈവൻ ഓറലായിട്ട് കഴിക്കാനുള്ള മെഡിക്കേഷൻസും ഒക്കെ ഇതിന് ഹെൽപ്ഫുൾ ആണ്. ബട്ട് ലെറ്റ് മീ ഓൾസോ സേ ദാറ്റ് പ്ലീസ് ഡോണ്ട് മേക്ക് എ ബിഗ് ഇഷ്യൂ ഔട്ട് ഓഫ് ഇറ്റ്. കാരണം നമ്മളെ നിയന്ത്രിക്കേണ്ടുന്നത് ദൈവത്തിൻ്റെ വചനവും നമ്മുടെ റിലേഷൻഷിപ്പും നമ്മുടെ ബന്ധത്തിനകത്തും ഒക്കെ എന്താണ് ആ ബന്ധത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്, നല്ലതായിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അത് നോക്കി നമ്മൾ ചെയ്യണം. കാരണം 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ പ്രാർത്ഥന എന്നൊരു വിഷയത്തിന് വേണ്ടി പരസ്പരം സമ്മതത്തോടു കൂടെ അല്ലാതെ പിരിഞ്ഞിരിക്കാൻ പാടില്ല.
സ്ത്രീയുടെ ശരീരത്തിന്റെ മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. ഞാൻ ആ വചനഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങളത് വായിക്കണം. പുരുഷന്റെ ശരീരത്തിന്റെ മേൽ ഭാര്യയ്ക്ക് അത്രേ അവകാശമുള്ളത്. അപ്പോൾ അതിനകത്ത് ഏജ് ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് മെൻ സെക്ഷുവാലിറ്റി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അത് സ്ത്രീകളെ പോലെ അല്ല. പലപ്പോഴും അവരുടെ മിഡിൽ ഏജ് ആ 40s 50s 60s അവരുടെ സെക്ഷൽ വിഗർ ഒരുപക്ഷെ ഇറ്റ് ഇൻക്രീസസ്. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. ഇനിയിപ്പോൾ കോണ്ടാക്ട് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് അല്ല, അവരുടെ സെക്ഷുവാലിറ്റി അങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം നമുക്കറിയാം അല്ലേ. ഈ സെക്ഷൽ ഏർജ് എന്ന് പറയുമ്പോൾ ദൈവമാണ് നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചത്. നമ്മുടെ ലൈംഗിക താല്പര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ദൈവമാണ് നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും അവർ തമ്മിലുള്ള ബന്ധം, ആ വിവാഹത്തിനകത്തുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് അവരുടെ ലൈംഗിക ജീവിതം. അത് ആരോഗ്യപരമായിട്ട് പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ കുടുംബത്തിന്റെ ഐക്യതയ്ക്ക് അത് പ്രധാനമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1 കൊരിന്ത്യർ 6-ാം അധ്യായം അവിടെ വായിക്കുന്ന ഒരു വചനമുണ്ട്. അതൊരു നെഗറ്റീവ് എക്സാമ്പിൾ ആണ്, പക്ഷെ അതൊരു കാര്യം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനത് പറയുവാണേ. 1 കൊരിന്ത്യർ 6 അതിൻ്റെ 16-ാം വാക്യം. ഇതൊരു നെഗറ്റീവ് എക്സാമ്പിൾ ആണ്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. അത് കണ്ടോ? ഇതൊരു മോശമായ നെഗറ്റീവായിട്ടുള്ള പാപമായിട്ടുള്ള കാര്യം പറയുക. ബട്ട് ദാറ്റ് ആക്ട് ഓഫ് ദീസ് 2 people coming together in physical contact and sexual intercourse, അവരൊന്നായി തീർന്നെന്ന്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ദൈവം ഈ ഒരു വിഷയം വെച്ചിരിക്കുന്നതിനകത്ത് ഒത്തിരി ആഴമായ കാര്യങ്ങളുണ്ട്. ഒത്തിരി സഹോദരിമാർക്ക് ഇത് പിടികിട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, അത് തന്നെ നമുക്ക് മണിക്കൂറുകൾ പറയാനുണ്ട്. നമ്മുടെ ക്രിസ്തീയ ഗോളങ്ങളിലൊന്നും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും പറയുകയോ എടുക്കുകയോ സംസാരിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ വിവാഹക്കിടക്ക നിർമ്മലമാണ്. ഒരു പുരുഷന്റെ ഉള്ളിൽ ഒരു പുരുഷന്റെ ലൈംഗികത ഒരു സ്ത്രീയുടെ ലൈംഗികതയെക്കാട്ടിലും വ്യത്യസ്തമാണ്. അപ്പൊ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഈ ഒരു മേഖല അല്ലെ ഈ ഒരു താല്പര്യങ്ങൾ അവർക്ക് ഏറ്റവും നിയമപരമായി സകല വിശുദ്ധിയോടെ പൂർത്തീകരിക്കുവാൻ കഴിയുന്നത് ഒരു വിവാഹത്തിലാണ്, അവരുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിലാണ് അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു മേഖലയ്ക്കകത്തൊക്കെ വിശ്വസ്തയോടെ നിൽക്കാൻ സഹോദരിമാർക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ഒത്തിരി പുരുഷന്മാര് അല്ലെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്കും പോർണോഗ്രാഫിയിലേക്കും അവരെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും അത് കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒത്തിരിയും സഹോദരന്മാർ പല പ്രായ വ്യത്യാസമില്ലാതെ അങ്ങനെയുള്ള പ്രവണതകൾ വരുന്നതിന്റെ പിന്നിലുള്ള കാരണം ഇതാ. ഒത്തിരി സഹോദരിമാരുടെ ഒരു എക്സ്ക്യൂസ്, ഡോക്ടറെ പ്രായമായി, ഇപ്പൊ എനിക്ക് വയ്യ, എനിക്ക് ഒട്ടും വയ്യ, അയ്യോ എനിക്കത് താല്പര്യമേ ഇല്ല. താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവം അല്ലേ നമുക്ക് വേറൊരു ഡൈനാമിക്സാ വർക്ക് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവും ഈ വിഷയത്തിനകത്ത് ആത്മീയത ഇല്ല എന്ന് ചിന്തിക്കരുത്. ദൈവം ഏറ്റവും അധികം ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മൾ ആ ഭാഗം എടുത്തല്ലോ, 1 കൊരിന്ത്യർ 7 ഞാൻ മുമ്പ് പറഞ്ഞതേ. അതിന്റെ 5-ാം വാക്യം നോക്കിക്കേ. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിൽക്കുന്നില്ല. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കുവിൻ. ഈ ഒരു വിഷയം പറയുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാ സാത്താനെ കുറിച്ച് അവിടെ പറയുന്നത്? ഈ സെക്ഷൽ ഏരിയ എന്ന് പറയുമ്പോൾ അത്ര പവർഫുൾ ഒരു ഏരിയയാണ്. ആ താല്പര്യങ്ങൾ ഒരു വ്യക്തിക്ക് പൂർത്തീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് വിശക്കുന്നത് പോലെ ദാഹിക്കുന്നത് പോലെ ഒരു ആവശ്യമാണത്. നമ്മൾ പറയത്തില്ലേ, മനുഷ്യർ പറയത്തില്ലേ, വിശപ്പ് നിമിത്തമല്ലേ എല്ലാം മനുഷ്യൻ ചെയ്യുന്നത് എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയും പോലെ, കർത്താവ് നിമിത്തം ഞാനൊരു ഷണ്ണനായി ജീവിച്ചോളാം എന്ന് ചിന്തിച്ച് ശുശ്രൂഷ കേൾപ്പിക്കുന്നവരുടെ മൈൻഡ് വേറെയാ.
ഇവിടെയും പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ വിവാഹം കഴിക്കാതിരുന്നാൽ ഏറ്റവും നല്ലതാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. പക്ഷെ 2-ാം വാക്യത്തിൽ പറയുന്നത്, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യ ഉണ്ടാകട്ടെ എന്നാ പറയുന്നത്. ഈ മേഖലകളൊക്കെ ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ട് സഹോദരിമാർ അതിനുവേണ്ടി ഇൻട്രസ്റ്റ് എടുക്കണം. നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ പോയി ഡോക്ടറിനെയോ സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലറിനെയോ ആരെ വേണമെങ്കിലും നമ്മൾ പോയി കാണുക. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചിരുന്നാൽ ഈ വിഷയത്തിനകത്ത് നമുക്കൊരു വിടുതൽ ഉണ്ടാവണമെന്നില്ല. എല്ലാം കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 45 എനിക്കിത് കേൾക്കുമ്പോഴേ പ്രയാസമാണ്. കാരണം ആ കുടുംബജീവിതം എങ്ങനെ ആയിരിക്കും? കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ 70-75 വയസ്സ് വരെയും അവരുടെ സെക്ഷുവൽ പൊട്ടൻഷ്യലിനകത്ത് അവർക്ക് ഒരു കുറവും ഉണ്ടാവുന്നില്ല, താല്പര്യങ്ങൾക്കകത്ത് കുറവുണ്ടാകുന്നില്ല. അപ്പൊ 45 വയസ്സായപ്പോഴത്തെ കുട്ടികളായി കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ ഇനിയിപ്പൊ എന്തിനാ ഡോക്ടറെ, പിള്ളേരുമായി, അതൊക്കെ മോശമല്ലേ എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്. അതൊരു ദൈവീകമായിട്ട് ഈ വിഷയങ്ങളെ മനസ്സിലാക്കണം, വരണം, ട്രീറ്റ്മെന്റ് എടുക്കണം. അതിന് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. യു സി, യു ഹാവ് ടു, ആൻഡ് വി ക്യാൻ ഓവർകം ദാറ്റ്. അതിന് ഒത്തിരി വേറെ രീതികളുണ്ട്. ജെല്ലീസ് ഉണ്ട്, വെജൈനലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഇന്റർകോഴ്സിന്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ജെല്ലീസ് ഉണ്ട്. യു ക്യാൻ ദർ ആർ സോ മെനി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, പക്ഷേ ദർ ആർ സോ മെനി വേസ് യു ക്യാൻ ഓവർകം യുവർ ഇഷ്യൂസ്. നമുക്ക് പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത്, മാനസികമായിട്ടുള്ള അടുപ്പമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കാരണം വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ നാളുകൾ പോലെയല്ല. പിന്നെ പിള്ളേരായി, പ്രാരാബ്ദങ്ങളായി, ജോലിയായി, ദൈവത്തോടും മര്യാദയ്ക്ക് ബന്ധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം സ്പെൻഡ് ചെയ്യത്തില്ല, കൊച്ചു കൊച്ചു നീരസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, നമുക്ക് പല ഇഷ്യൂസ് ഉണ്ട്, നമ്മളത് സംസാരിക്കുന്നില്ല, സോർട്ട് ഔട്ട് ചെയ്യുന്നില്ല. പണ്ടത്തെ പോലെ ഒരു ഇന്റിമസിയും റൊമാൻസും ആ ബന്ധത്തിനകത്തില്ല. പിന്നെന്തിനാ ബന്ധപ്പെടുന്നത്? എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൊണ്ടുവയ്ക്കുന്നത് മെനോപോസ്, ഹോർമോണ്, എനിക്കത് കുഴപ്പമാ, ഇത് കുഴപ്പമാ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാം പിന്നെ ഈ ഹോർമോണിന്റെ പ്രശ്നമാണെന്ന് ആക്കും. അത് പാടില്ല. കാരണം ഒരു വിവാഹ ബന്ധത്തിനകത്ത് ആ സ്ത്രീയും പുരുഷനും അവരുടെ ഐക്യത, അവരുടെ സ്നേഹം, അവരുടെ ഇന്റിമസി, അവർക്ക് പരസ്പരമുള്ള സ്നേഹത്തിന്റെയും കമ്മിറ്റ്മെന്റിന്റെയും ഏറ്റവും വലിയ ഒരു പ്രകടനമാണ്. അൾട്ടിമേറ്റ് ഒരു അവരെ പരസ്പരം അത്രയ്ക്ക് കമ്മിറ്റഡ് ആണെന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണല്ലോ ഈ ബന്ധത്തിനകത്ത് നമ്മൾ കാണുന്നത്. സോ ടേക്ക് കെയർ. പിന്നൊരു വിഷയമാണ് ഓസ്റ്റിയോപൊറോസിസ്, ബോൺ തിന്നിങ്. ഈസ്ട്രോജൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകിച്ച് ഈ മെലിഞ്ഞിരിക്കുന്ന സഹോദരിമാർക്ക് ഇതൊരു റിസ്ക് ഫാക്ടറാണ്. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും വീണു, ഫ്രാക്ചർ ആവുക. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി അതിനെ ചെക്ക് ചെയ്യുക. നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ, ഓസ്റ്റിയോപീനിയ, എത്രമാത്രം ബോൺ തിന്നിങ് ഉണ്ട്, അതിനനുസരിച്ച് അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുക. നമ്മൾ വൈറ്റമിൻ ഡി, കാൽസ്യം സപ്ലിമെൻറ്റേഷൻ എടുക്കുക, മറ്റു പല മെഡിസിൻസ് അതിനുണ്ട്. അപ്പോൾ ഈ ഓസ്റ്റിയോപൊറോസിസ് ഒരു മെയിൻ ഇഷ്യൂ ആണ് നമ്മുടെ ഈ ഒരു പ്രായത്തിൽ. ഈസ്ട്രോജൻ ഹോർമോൺ കുറയുന്നതനുസരിച്ച് അവിടെ വേദന, ഇവിടെ വേദന, പലപ്പോഴും നമ്മൾ അറിയത്തില്ല. ഭയങ്കര നമ്മുടെ ബോൺസൊക്കെ ഇങ്ങനെ ഫ്രയബിൾ, ബ്രിട്ടിലായിരിക്കും. ചുമ്മാ എവിടോട്ടേലും ഒന്ന് തട്ടി വീഴുമ്പോഴത്തേക്കും ബോൺ ഫ്രാക്ചർ നമുക്ക് സംഭവിക്കുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. ചില എക്സർസൈസസ്, നമ്മുടെ ബോണിനെ, വെയിറ്റ് എക്സർസൈസസും അങ്ങനത്തെ ഒക്കെ നമ്മുടെ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടറാണ് നമ്മുടെ സമൂഹത്തിൽ, പിന്നെ അത് ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം. എന്നാലും ഇപ്പോഴത്തെ യങ് തലമുറയിൽ ഗേൾസ് ഹാവ് സ്റ്റാർട്ടഡ് സ്മോക്കിംഗ് ഒരു ഹ്യൂജ് റിസ്ക് ഫാക്ടറാണ്. അങ്ങനെയുള്ളവർ ഈ പ്രായത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് എക്സസീവായിട്ട് ഈ കാര്യങ്ങൾ ഓസ്റ്റിയോപൊറോസിസിൻ്റെ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ, പ്രത്യേകിച്ച് പോസ്റ്റ് മെനോപോസൽ ഏജിൽ നമുക്ക് സർവൈക്കൽ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ ഒക്കെ അധികമായിട്ട് കാണുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു അൾട്രാസൗണ്ട് ചെയ്യുക, ഒരു എക്സാമിനേഷൻ ചെയ്യുക, ഡോക്ടർ നമ്മളെ നോക്കണം, പാപ്പ് സ്മിയർ ചെയ്യുക, ബ്ലഡ് വർക്കപ്പ് ചെയ്യുക, ആൻഡ് ദെൻ നല്ലൊരു ഫിറ്റ്നസ് ബോധം നമുക്ക് അത്യാവശ്യമുണ്ടാകുക. ഇനി ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും ഒരു 1/4 മണിക്കൂർ നടക്കുവോ, ട്രെഡ്മില്ലേ പോവോ, ചുമ്മാ നടന്നാലും മതി.
സ്പീഡിൽ നടക്കുക, ഫുഡ് നല്ല രീതിയിൽ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഈ പറയുന്ന പോലെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതിപ്പം നമ്മൾ അങ്ങനെ പറയത്തില്ല. ഹോർമോൺ തെറാപ്പി എന്ന് പറയുന്നത് ഒരു സമയത്ത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അതായത് ഒരു സ്ത്രീയുടെ ഫെമിനിറ്റിയെ നമുക്ക് നഷ്ടപ്പെടുത്താതെ, ഈസ്ട്രോജന്റെ കുറവല്ലേ, അപ്പൊ പിന്നെ ഈസ്ട്രോജൻ അങ്ങ് കൊടുത്താൽ അവൾക്ക് ശരിയാകുമല്ലോ എന്നുള്ള ഒരു കൺസെപ്റ്റില് അതിന്റെ പല കോമ്പിനേഷൻസ് കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈസ്ട്രോജൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ദൂഷ്യവശങ്ങളുണ്ട്. അത് ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, മറ്റുള്ള തരത്തിലുള്ള വിഷയങ്ങളെ ഉണ്ടാക്കുന്നത് കൊണ്ട് അങ്ങനെ എല്ലാവർക്കും അത് കൊടുക്കത്തില്ല. ഇൻഡിക്കേറ്റഡ് കേസസ്, പ്രത്യേകിച്ച് ഏർലി മെനപ്പോസ് ആകുന്ന അല്ലെ മെനപ്പോസ് ആയ ഉടനെ ഉള്ള സമയങ്ങളിൽ ഒരു പക്ഷേ ബിലോ 5 years ഇത് കൊടുക്കാൻ കൊള്ളാം. 5 വർഷത്തിൽ കൂടുതലൊക്കെ നിരന്തരമായി ഈ ഹോർമോണുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ അത് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സിംറ്റംസിൻ്റെ സിവിയറിറ്റി വെച്ചിട്ട് അവർ ഈ ലോ ഡോസ് ആയിട്ടുള്ള ഹോർമോൺസ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. യൂട്രസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് പ്രൊജസ്ട്രോൺസും കൂടെ കൊടുക്കും. ഈസ്ട്രോജൻ ക്രീംസ് ഉണ്ട്. പിന്നെ ഫുഡിനകത്ത് ഈസ്ട്രോജൻ അധികമുള്ള ചില ഭക്ഷണങ്ങളുണ്ട്. ഈ സോയാബീൻ ഒത്തിരി നല്ലതാണ്. പിന്നെ അതല്ലാതെ തന്നെ ഈ ബ്ലാക്ക് കൊഹോഷ്, റെഡ് ക്ലോവർ, ഐസോഫ്ലേവോൺസ്, സോയ ഐസോഫ്ലേവോൺസ്, എൻ്റെ കുറേ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അവർ ഈ സോയാബീൻ്റെ ഫ്ലോർ കിട്ടും, ആട്ട, അതും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന നമ്മുടെ നോർമൽ വീറ്റിൻ്റെ ആട്ടയും കൂടെ ഈക്വൽ പോർഷൻസിൽ മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ വേറെ ഈസ്ട്രോജൻ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ കാറ്റഗറി ഓഫ് മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാൽസ്യം, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ മെമ്മറി ലോസ് എന്നൊക്കെ പറയുന്നവരുണ്ട്, മറവി. ഈ ചില ഈ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം ഒരാൾ കൊണ്ടുവന്ന് ഫോൺ ഫ്രിഡ്ജ് വെക്കുന്നു. അയ്യോ, അത് മെനപ്പോസ് അടുത്തതിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന് പറയുന്നു. അത് നമ്മൾ മെനപ്പോസിന് മുമ്പേയും ഇങ്ങനത്തെയൊക്കെ കാണിക്കുന്ന. അപ്പം ഇനി ഈ പ്രായത്തിൽ പ്രത്യേകിച്ചൊരു മെമ്മറി ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്സ് വുഡ് സേ ദാറ്റ്, ബട്ട് ദെൻ വി ഡോണ്ട് ഹാവ് ടു മേക്ക് എ ബിഗ് ഇഷ്യൂ ഔട്ട് ഓഫ് ഇറ്റ്. നല്ല നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ ഇൻക്രീസ് ചെയ്യത്തക്ക പോലെ മെഡിറ്റേഷൻ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരെ പറയുന്നതാണ് കേട്ടോ, മെഡിറ്റേഷൻ. അപ്പം ഞാൻ ഓർക്കും, വിശ്വാസികളായ നമ്മളെക്കാൾ അധികം ആർക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത്? ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നല്ലേ പറയുന്നത്. പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന, അന്യഭാഷകളിലുള്ള പ്രാർത്ഥന. പിന്നെ ഞാൻ ജോൺ 3rd ജോണിൽ പറഞ്ഞില്ലേ ആ ഒരു കാര്യം, ഈ സൈക്കോസൊമാറ്റിക് ബന്ധമുള്ള ഒത്തിരി അസുഖങ്ങൾ, അതായത് മനസ്സിലൊരു സുഖമില്ല. ഞാൻ ഒത്തിരി സഹോദരിമാർ വന്ന് അവരോരോ കംപ്ലൈന്റ് പറയുന്നു, നമ്മൾ ടെസ്റ്റുകൾ വിടുന്നു. അവസാനം എന്താ? അവരുടെ ഉള്ളിൽ ഭയങ്കര മനോവേദനകളാണ്, മനപീഠകളാണ്. ഈ ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കുണ്ട്, ഞാൻ അവിടേക്ക് ഇന്ന് പോകുന്നില്ല. പക്ഷേ മനസ്സിലൊരു സുഖമില്ലെങ്കിൽ അത് ശരീരത്തെ ബാധിക്കും. അപ്പൊ എന്താ, ഈ മിഡിൽ ഏജ് ആകുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞ ഒത്തിരി വിഷയങ്ങളാണല്ലോ. അപ്പോഴത്തേക്കിനും ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണും, ഒരു സെറ്റിൽഡ് ആകാത്ത രീതിയായിരിക്കും, ഹസ്ബൻഡുമായിട്ടുള്ള വിഷയങ്ങൾ കാണും, മക്കളുടെ വിഷയങ്ങൾ കാണും, മറ്റാരോഗ്യ വിഷയങ്ങൾ കാണും, മറ്റുള്ള ഇപ്പം ശുശ്രൂഷയിലുള്ളവരാണെങ്കിൽ ചർച്ച് റിലേറ്റഡ് ഇഷ്യൂസ് കാണും, മറ്റ് ബന്ധങ്ങൾ, ഒരുപക്ഷെ ഇൻലോസിൻ്റെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്സ്, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ നല്ല ടേംസിലൊക്കെ ഇരുന്നവർ നമ്മളെ വിട്ടിട്ട് പോയി എന്നൊക്കെയുള്ള ഉണ്ടല്ലോ ഒരുപാട് വിഷയങ്ങൾ. പ്രത്യേകിച്ച് പിള്ളേരുടെ വിഷയം വെച്ച് വേദനിക്കുന്ന ഒത്തിരി സഹോദരിമാരുണ്ട്, ഒത്തിരി അധികം വേദനിക്കുന്ന സഹോദരിമാരുണ്ട്. അപ്പം അതിനകത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, ശരിക്കും നിങ്ങൾ ഈ ഭാരം കൊണ്ട് നടക്കരുത്. അത് നമ്മുടെ കർത്താവിനെ നമ്മൾ കൊച്ചാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിത്രയും നല്ലൊരു പിതാവുള്ളപ്പോൾ
നമ്മളെ കരുതുന്ന ഒരു കർത്താവുള്ളപ്പോൾ, നമ്മളെ ഗൈഡ് ചെയ്യാൻ, കൗൺസിൽ ചെയ്യാൻ, സഹായിക്കാൻ പരിശുദ്ധാത്മാവുള്ളപ്പോൾ പിന്നെ എന്തിനാ നമ്മളിത് കൊണ്ട് നടക്കുന്നത്? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടായിരുന്നു. പ്രോവേർബ്സ് 31 വുമൺ, പിന്നെ ഡെബോറയൊക്കെ മിഡിൽ ഏജ് ആയിരുന്നിരിക്കും അല്ലേ? ആ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായമൊക്കെ എടുത്ത് എന്തൊരു സഹോദരിയ! പഴയ നിയമകാലത്ത് ഷി വാസ് ദ ഓൺലി വുമൺ ജഡ്ജ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. പക്ഷേ അതൊരു സ്പിരിച്വൽ മെസ്സേജസ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അത് കൂട്ടിച്ചേർക്കാത്തത്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവർക്കില്ലായിരുന്നോ പെരിമെനോപോസും മെനപ്പോസും ഒന്നും ഇല്ലായിരുന്നോ? ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളില്ലായിരുന്നോ? മക്കളെ വളർത്തണ്ടായിരുന്നോ? വീട്ടുജോലി ചെയ്യണ്ടായിരുന്നോ? പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി, ഇത്രയും പ്രതിസന്ധിയും പ്രതികൂലങ്ങളുമുള്ള കാലഘട്ടത്തിൽ പുരുഷന്മാർ പോലും എഴുന്നേൽക്കാൻ ഭയപ്പെടുന്ന സമയങ്ങളിൽ ദൈവശബ്ദം കേട്ട് ദൈവജനത്തിന് വേണ്ടി അതിശക്തമായ ജയത്തെ നേടിയെടുത്ത ഒരു സഹോദരിയാണ്. 40 വർഷത്തോളം അവരവിടുത്തെ ഒരു ജഡ്ജായിട്ടിരുന്നു. ഇസ്രായേലിൽ അവർ മുഖാന്തരം സമാധാനമുണ്ടായി എന്നാ പറയുന്നത്. ഇസ്രായേലിലെ മാതാവ് എന്ന് അവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഒന്ന് ഓർത്തു നോക്കി, നമ്മളെ പോലൊരു സ്ത്രീയല്ലേ അതും. എന്താ നമുക്ക് പറയാൻ പറ്റുന്നേ? ഈ സഹോദരിമാരെയൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അന്ന, സീമിയോനും അന്നയും ദേവാലയത്തിൽ പ്രാർത്ഥിച്ച, അവരുടെയൊക്കെ എന്ത് മോട്ടിവേറ്റിംഗ് ആണ്. അവര് ചെറിയ പ്രായത്തില് അവര് വിധവയായതാണ്. ചുരുക്കം വർഷങ്ങളെ ഹസ്ബൻഡിന്റെ കൂടെ ജീവിച്ചുള്ളൂ. അവരുടെ എങ്ങാണ്ട് എന്റെ ഓർമ്മ ശരിയെന്ന് 84-ാമത്തെ വയസ്സിന്റെ ഒരു കണക്കൊക്കെ അവിടെ പറയും. ഇവര് ദേവാലയത്തിൽ രാവും പകലും അവര് പ്രാർത്ഥനയാണ്. ദൈവിക ഉദ്ദേശങ്ങൾ വെളിപ്പെടാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കൂ. അങ്ങനെ എന്തു പറ്റി? 8 ദിവസം പ്രായമുള്ള യേശു കുഞ്ഞിനെ കൊണ്ട് മറിയയും യോസഫും അവിടെ വരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവരെ കുറിച്ച് പറയുന്നത് 84 എ വിഡോ 7 years ആഫ്റ്റർ ഹർ മാരേജ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഭർത്താവ് മരിച്ചു. എന്തുമാത്രം കയ്പും ദൈവത്തോടും മനുഷ്യർക്കും ഒക്കെ ഒരു ബേർഡനായിട്ട് ജീവിക്കേണ്ട ഈ സ്ത്രീ ദൈവത്തിന്റെ പ്രാവചനിക ഉദ്ദേശങ്ങളിലേക്ക്. അപ്പൊ നമ്മുടെ ആരോഗ്യ വിഷയങ്ങളും ജീവിത വിഷയങ്ങളും ഒന്നും ഒരു ലിമിറ്റ് കൂടുതൽ നമ്മൾ വലുതാക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊക്കെ ഉണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. നെവർ എക്സാജറേറ്റ് ഇറ്റ്. നെവർ allow it to overshadow your life and say that I am like this because of this. No, you don't do that. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ മുതിർന്ന സഹോദരിമാർക്ക് വലിയ മിനിസ്ട്രിയാ കൊടുത്തേക്കുന്നത്. യൗവനക്കാരികളെ ആര് പഠിപ്പിക്കണം അല്ലേ? അതെന്റെ വലിയൊരു പ്രസംഗ വിഷയമാണ്. തീത്തോസ് ആണ് ആ ചർച്ചിലെ പാസ്റ്റർ. അദ്ദേഹത്തിന് ഈ യൗവനക്കാരികളെ നല്ല ഭാര്യയാകുന്നത്, നല്ല അമ്മയാകുന്നത്, വീട്ടുകാര്യം നോക്കുന്നത്, സുബോധമുള്ളവളും അങ്ങനെ ആക്കാൻ ഇദ്ദേഹത്തിന് പഠിപ്പിക്കാൻ പറ്റുമോ? മാതൃകയായിട്ട് മുതിർന്ന സഹോദരിമാര്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് വയ്യാന്ന് പറഞ്ഞ് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മള്. വി ഹാവ് എ പർപ്പസ്. വി ഹാവ് ടു ഫുൾഫിൽ ഗോഡ്സ് പർപ്പസ്. അതിനു വേണ്ടി നമ്മുടെ ബോഡി ടേക്ക് കെയർ ചെയ്യണം. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഫോർ വേരിയസ് റീസൺസ് പല രോഗത്തിന്റെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വരും. കർത്താവ് നമുക്ക് തുണ നിൽക്കും. കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. ഇനി സൗഖ്യമായില്ലെങ്കിലോ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആകുന്നത് എനിക്കേറെ നല്ലത്. ആ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇവിടെ നിന്നാ എന്തുവാ നിങ്ങൾക്ക് കൊള്ളാം. എന്റെ ആഗ്രഹം എന്തുവാ? എക്കാലത്തും ഇവിടെ അങ്ങ് ജീവിക്കണമെന്നല്ല. എന്തിനിങ്ങനെ ജീവിക്കുന്നത്? ദീർഘായുസ് വേണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് നമുക്കെല്ലാം. എന്തിനാ ഇനി നമ്മൾ ഒത്തിരി നാൾ ജീവിക്കുന്നത്? Why do we want to live long? It is for the purposes of God. അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ? ആ മനോഭാവത്തോടെ ദർശനം, ഞാൻ വീണ്ടും അത് പറയുക,
Where there is no vision, people perish. Oh, that we will be caught up with the purposes of God. Philippians 4, എൻ്റെ ഒരു ലൈഫ് വേഴ്സാണിത്. Philippians 4, 6 and 7. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക, അത്രേ വേണ്ടത്. ഇറ്റ് ഈസ് എ കമാൻഡ്. കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സഹോദരിമാരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായത് ആങ്സൈറ്റി. നോ, ഇറ്റ് ഈസ് ബാഡ്, ഇറ്റ് ഈസ് ഹാംഫുൾ ഫോർ യു. എന്ത് ചെയ്യണം? ആങ്സൈറ്റി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക, അത്രേ വേണ്ടുന്നത്. യു ഷുഡ് ഹാവ് എ ഡീപ് ഇന്റിമേറ്റ് ഡിവോട്ടഡ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ നിങ്ങളുടെ കാര്യങ്ങളെ, കർത്താവേ നന്ദി എന്ന് പറഞ്ഞത്. ശരിക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50 കിലോയുടെ ഒരു ഭാരമുണ്ട്. ഞാനത് പിടിച്ചുകൊണ്ടിരുന്നാലൊന്ന് ഓർത്ത് നോക്കിക്കേ. അല്ല, എൻ്റെ തലയിൽ ഞാനത് എടുത്തു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താ? അങ്ങനാ നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ പള്ളിയിൽ പോവും, ആരാധിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും, കർത്തൃമേശയും എടുക്കും, എല്ലാം ചെയ്യും. ഈ ഭാരത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഇപ്പോഴും അത് നമ്മുടെ തലയില, അല്ലേ നമ്മുടെ നെഞ്ചത്താ. അയ്യോ, അതെടുത്തൊന്ന് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്താട്ട് ഫ്രീ ആയിട്ട് നടക്ക്. നന്ദി പറ, വിശ്വസിക്ക്. നമ്മുടെ കർത്താവിനെ അറിയുമ്പം ആ ബന്ധമുള്ളപ്പോഴാണ് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് കഴിഞ്ഞ് പറയുന്നത് അത്രയും നിങ്ങൾ ചെയ്താൽ എന്തുവാ? 7-ാം വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളും നിലവുകളും ക്രിസ്തുയേശുവിൽ കാക്കും. സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്കകത്തൊരു പക്ഷെ നീക്കുപോക്കുണ്ടായെന്ന് വരത്തില്ല അപ്പം തന്നെ. പക്ഷെ ഭയങ്കര ഒരു പീസ്, ഭയങ്കര ഒരു ജോയ് കർത്താവ് തരും. ആൻഡ് ഗോഡ് വിൽ ടേക്ക് ഓവർ. നമ്മുടെ വിഷയങ്ങളെ കർത്താവ് ഏറ്റെടുക്കും. നമ്മുടെ നാവ്, നമ്മുടെ സംസാരം, ദാറ്റ് ഈസ് അനദർ തിങ് ഐ ജസ്റ്റ് വാണ്ട് ടു മെൻഷൻ ആൻഡ് ഐ സ്റ്റോപ്പ് വിത്ത് ദാറ്റ്. 7:50 ഐ സ്റ്റോപ്പ്. ഓക്കെ, ഒന്ന് ഓർത്ത് നോക്കിക്ക്. യാക്കോബിന്റെ ആ ലേഖനം, അവിടെ 3-ാം വാക്യത്തിൽ പറയുന്ന നമ്മുടെ നാവ്, നമ്മുടെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു സംഗതിയാണ് നമ്മുടെ നാവ്. 3-ാം വാക്യം വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് സെറ്റ്സ് ദ കോഴ്സ് ഓഫ് യുവർ ലൈഫ്. ഞാനത് വിവരിക്കുന്നില്ല, അത് വായിക്കണം. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള അനേക വിഷയങ്ങൾ വരുമ്പം ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഒത്തിരി പ്രതികൂലങ്ങളാണ്. പക്ഷേ ഈ ഓരോ കാറ്റടിക്കുമ്പോഴും അതിൻ്റെ ബാക്കിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലയാനും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്, കപ്പലിനൊരു ചുക്കാനുള്ളതുപോലെ. ഈ നാവ്, ജീവനും മരണവും ഈ നാവിൻ്റെ അധികാരത്തിലാണ്. നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങളുടെ ഹോൾ കോഴ്സ് ഓഫ് ലൈഫ് അതിനനുസരിച്ച് തിരിയും എന്നാണ് ഇവിടെ ഒരു വാഗ്ദത്തം തന്നിരിക്കും. എനിക്കിപ്പോൾ ഇത് മുഴുവൻ എക്സ്പൗണ്ട് ചെയ്യാൻ സമയമില്ല. നിങ്ങളിത് വായിക്കണമേ. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ നനവുകൾ എങ്ങനെയാ? നമ്മുടെ മനസ്സെങ്ങനെയാ? What are we speaking? Our life becomes a sum total of all of that. Are we thinking the thoughts of God? Are we speaking His word? Are we surrendering our lives daily to Him? Romans 12:1-2 ഇത് പറയുന്നത് പോലെ, be transformed by the renewing of your mind. Thank you so much for this great opportunity, and I pray and bless each one of you in the precious matchless name of Jesus Christ. And I pray എത്ര പൊട്ടൻഷ്യൽ ഓരോ സഹോദരിമാരിലും. If you can overcome these silly simple things of life, you are a soldier.
You're part of the army of Christ. And if you arise in your calling, you become a threat to the kingdom of darkness. You become a force in the kingdom of God. Love you all so much.